നമ്മൾ ബേസിക്കലി ഊപ്സ് ഒബ്ജക്റ്റ് ക്ലാസ് പറഞ്ഞു, പിന്നെ ഫോർ പില്ലേഴ്സും പറഞ്ഞു, പിന്നെ അതിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾസ് വെച്ചിട്ട് ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, ഇന്റർഫേസ്, അബ്സ്ട്രാക്റ്റ് ക്ലാസ്, ക്ലാസ് ഒബ്ജക്റ്റ്, ഇതൊക്കെ കവർ ചെയ്തോ? അബ്സ്ട്രാക്ട് ക്ലാസ് എന്നുള്ള രീതിയിൽ കവർ ചെയ്തിട്ടില്ല, ജെ എസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ്, എൻകാപ്സുലേഷൻ ഒക്കെ ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാം കവറായോ? ഓൾമോസ്റ്റ് ഞാനൊരു ഞാൻ കുറച്ചൊന്ന് ഇതാക്കാം. കോമ്പോസിഷൻ അത്ര ഡീപ്പ് ലെവലിൽ പോയിട്ടില്ലല്ലോ. അസോസിയേഷൻ, കോമ്പോസിഷൻ ഇല്ല ഇല്ല ഇല്ല. ഇല്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളതിൽ കൂടുതലായിട്ടുള്ള ആളുകൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണില്ലല്ലോ. പിന്നെ ആസ് പെർ നമ്മളെന്തായിരിക്കും ഇവഞ്ച്വലി നമ്മൾ പഠിച്ചെടുക്കുകയാണ് വേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റിലെത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത്ര ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല. ഏത് ടെക്നോളജി ഉപയോഗിച്ച്, ജാവയാണോ അതോ CPP ആണോ? ജാവാസ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ആണല്ലേ? ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കോട്ടെ. ഡിസ്കസ് ആക്കായിരുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഞാനിപ്പോഴാണ് ഡൗട്ട്സ് ജോയിൻ ചെയ്ത്. ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമില്ല. ഷിബിൽ ബ്രോ അറിയാം. താങ്ക് യു. ഞാനിവിടെ ഇല്ലെങ്കിലും ഷിബിൽ ബ്രോൻ്റെ ക്യാമ്പാണെന്ന് പറഞ്ഞു. വളരെ എനിക്ക് ആ ഒരു ഞാൻ കുറച്ച് നേരം കേട്ടിട്ടുള്ളൂ. പക്ഷെ ഞാനിപ്പോ നല്ല രണ്ടാമത്തെയാണ്. ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്വാളിറ്റി ആയിട്ട് എടുത്തത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഷിബിൽ ബ്രോക്ക് ഒരു ക്ലാപ്പ് കൊടുക്കണം കേട്ടോ. അവർക്ക് ആക്ച്വലി ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലാസ് ഒബ്ജക്റ്റ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, പിന്നെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, മെത്തേഡ് ഓവർലോഡിങ് പറഞ്ഞോ? മെത്തേഡ് ഓവർലോഡിങ്, ഓവർ റൈഡിങ്ങും. ഓവർ റൈഡിങ് പറഞ്ഞു. ഓവർലോഡ് ഓവർലോഡിങ് ജെ എസിൽ പോസിബിൾ അല്ലല്ലോ, അപ്പോൾ ഓഹോ, നമുക്ക് ജാവയിലെ പോസിബിൾ ആണ്. ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ ജാവയിൽ ഡിസ്ക്രൈബ് പോസിബിൾ ആണ്. ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ആ ജസ്റ്റ് നമ്മൾ മെത്തേഡിൽ ലൈക്ക് പാരാമീറ്റേഴ്സിൻ്റെ കാര്യത്തിലല്ല. യെസ് യെസ്, പാരാമീറ്റേഴ്സിൻ്റെ കൗണ്ടിനെ ബേസ് ചെയ്താൽ പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക. അത് ജാവ സ്ക്രിപ്റ്റിൽ പോസിബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സ്പ്രെഡ് യൂസ് ചെയ്തെടുക്കാനൊക്കെ പറ്റും, പക്ഷെ അവിടെ ഒരു വൾണറബിൾ ആണ്. അത് നമുക്ക് എത്ര ഇൻപുട്ട് വേണമെങ്കിലും എടുക്കാന്നുള്ള ലെവലിലായി പോകും. യെസ് യെസ്, അത് അതിനേക്കാൾ ബെറ്റർ വെച്ചാൽ ജാവ. ഞാനെപ്പോഴും ഓപ്സ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ജാവ ആണ് കൂടുതൽ ഞാൻ ചെയ്യാറുള്ളത്. കാരണം ജാവയിലാണ് ഒട്ടും കൂടി പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. ഞാൻ ബിക്കോസ് അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഒരു 3 ദിവസം സമയം ചോദിച്ചു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നു, അപ്പൊ ഞാൻ പറ്റ വിട്ടുപോയി. ഞാനിത് ഇന്നലെയാണ് പിന്നെ സ്വാഭാവികം, രണ്ടാമത് ചെയ്തത്. സ്വാഭാവികമാണ്. അതൊന്നും പ്രശ്നമുള്ള കേസല്ല. എല്ലാവർക്കും സംഭവിക്കട്ടോ. നമ്മളെ ബനി എത്തിയിട്ടുണ്ട്. ബനി ഞാനും കൂടി വേറൊരു മീറ്റിങ്ങിലായിരുന്നു. ഭയങ്കര കുറച്ച് ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റായിരുന്നു. അതായിരുന്നു രണ്ടുപേരില്ലാതിരുന്നത്. ജാവയിൽ പോളിമോർഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, മെത്തഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ABC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ബി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ 1 2 എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പിന്നെ സെയിം ഫംഗ്ഷൻ്റെ നെയിം. അത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരാമീറ്റർ ഉണ്ട്. അതേ എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ 1 2 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1 2 2 പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. മറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു മൂന്നാമതൊരു ഫംഗ്ഷനും കൂടി എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ 4 പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും, എന്നിട്ട് നമ്മളൊരു ആ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് എവിടുന്നെങ്കിലും. ഇപ്പോൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ 4 പാരാമീറ്റർ പാസ് ചെയ്യുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് 4 പാരാമീറ്ററിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ 4 പാരാമീറ്റർ ആക്സസ് ചെയ്യുന്ന സാധനത്തിന് മാത്രമേ വിളിക്കുള്ളൂ. ബാക്കിയുള്ളൊരു ഫംഗ്ഷനെ വിളിക്കില്ല. അതിൽ എക്സാക്റ്റ് മാച്ച് ആയിട്ടുള്ള ഫംഗ്ഷനെ മാത്രമേ വിളിക്കുള്ളൂ, അല്ലാത്തേ വിളിക്കില്ല. അതിനാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുക. ഓവർ ഹൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഓവർ ഹൈഡിങ്, ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാരൻറ്റിലുള്ള ക്ലാസ്സിൻ്റെ പാരൻ്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും സെയിം നെയിമായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവും.
ഈ സെയിം നെയിം ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ചൈൽഡ് ക്ലാസ്സിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു മറ്റൊരു ക്ലാസ്സിൽ വെച്ചിട്ട്. എന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാവും. ചൈൽഡ് ക്ലാസ്സിലേക്ക് പാരന്റ് ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ രണ്ടിലും ഒരേ ഫംഗ്ഷൻ ഉണ്ടാവും, ഒരേ സെയിം നെയിം സെയിം ഫീച്ചേഴ്സ് ഉള്ള ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വെച്ചിട്ട് നമ്മൾ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിന് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ അവിടുന്ന് വിളിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ ഹൈഡിങ് പാരന്റ് ക്ലാസ്സിലത്തെ ഫംഗ്ഷനെ നമ്മൾ വിളിക്കില്ല, പകരം ചൈൽഡ് ക്ലാസ്സിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും പ്രയോറിറ്റി ഉണ്ടാവുക, അതിനെ വിളിക്കും. അത്രേ ഉള്ളൂ മെത്തഡ്. ഓവർ ഹൈഡിങ് എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓവർ ഹൈഡിങ് എന്നാണ് ഞാൻ പെട്ടെന്ന് ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഓവർ ഹൈഡിങ് അത്രേ ഉള്ളൂ. അതന്നെയല്ലേ പോളിമോർഫിസത്തിൽ 2 മെത്തേഡാണ് പറഞ്ഞത്, ലൈക്ക് ഓവർലോഡിങ്ങും ഓവർ ഹൈഡിങ്ങും. ഓവർ ഹൈഡിങ് ആണ് നമ്മൾ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. അങ്ങനെ പല പല പേരിലും പറയും. പക്ഷേ ഇതാണ് കമ്പൈൽ ടൈം റൺ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അത് തിയററ്റിക്കലി, പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അവിടെ നമ്മൾ തിയറി അല്ലാതെ നോക്കില്ല, നമ്മളിപ്പോൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. പിന്നെ അത് ഓട്ടോമാറ്റിക് എന്താണ്, നമ്മൾ കുറേ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ കുറേ കാര്യങ്ങൾ പഠിച്ചു പോകും. നമ്മൾ പെർഫോമൻസ് അടക്കം നമ്മൾ നല്ലൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു എക്സ്പോഷറുള്ള കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് എന്തായിരിക്കും ഈ സാധനങ്ങളൊക്കെ നമ്മൾ അറിയാതെ പഠിച്ചു പോയിട്ട് പണ്ടെന്നോ പഠിച്ച തിയറി നമ്മളിപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഇതായിരുന്നില്ല സാധനം എന്നുള്ളൊരു ലെവലിൽ നമ്മൾ മനസ്സിലാക്കി വെക്കും. റിയാസ് അത് അങ്ങനെയല്ലേ പറയണ്ടത്, നല്ല കൊടുങ്ങലൊടുങ്ങും, അപ്പൊ എല്ലാം പഠിക്കും. അത് സത്യം, അത് മറ്റൊരു ഭാഗം അല്ല, അത് സത്യമാണ്. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു ലെവലെത്തുമ്പോൾ അതാ പറയുക, നമ്മളിപ്പോൾ ചില മില്യൺസ് ഓഫ് ക്ലിക്സുള്ളൊക്കെ ആപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തെ ശരിക്കും നമ്മൾ പഠിക്കും. കാരണം അപ്പോൾ നമുക്ക് മെമ്മറിൻ്റെ യൂസേജ് എന്താണ് എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം. നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇപ്പോഴൊക്കെ ഷിബിലിനെ കിട്ടുള്ളൂ. ഷിബിലിനെ ഇപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് ശരിക്ക് ബനി ഷിബിൽ 2 പേര് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തോളൂ. ഡൗട്ടുള്ളവരൊക്കെ ചോദിച്ചോളൂ. ബനി പറഞ്ഞോ. അല്ല, ഞാൻ ചെറിയൊരു കാര്യം ആഡ് ചെയ്യാനായിരുന്നു. സെഷൻ കഴിഞ്ഞോ നമ്മളെ? അതെ, കഴിഞ്ഞു സെഷൻ കഴിഞ്ഞു. ബനി ആഡ് ചെയ്തോ? കല്യാണം കഴിഞ്ഞിട്ട് ചോറേക്കാൻ വരാൻ മെർലിൻ വൃന്ദ അല്ല, ക്വസ്റ്റ്യൻ ചോദിച്ചവര് ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാല് പലരും പല സ്റ്റാക്കിലായതുകൊണ്ട് മെർലിൻ വൃന്ദ നിങ്ങൾ ചോദിച്ച കാര്യം ക്ലിയർ ആയോ? നിങ്ങൾ ഏത് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ തിയറി ആയിട്ട് ചോദിച്ചാണോ? ഞാൻ പൈത്തണിലാണ് വർക്ക് ചെയ്തിരിക്കണേ. അപ്പൊ കൺസ്ട്രക്ടർ ഒക്കെ ജാവയിലല്ലേ, അതൊരു പൈത്തണിലാണെങ്കിൽ ഇനീഷ്യലൈസേഷൻ. അതൊരു കൺസ്ട്രക്ടർ ആയിട്ടല്ല ഞാൻ ജാവയുടെ കേസിലാ പറഞ്ഞത്. അല്ല, നമ്മൾ യൂണിറ്റ് കീവേഡ് ഉപയോഗിക്കുമ്പോൾ ബനി അത് കൺസ്ട്രക്ടർ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ അല്ല വിളിക്കണേ. അതെ, കാരണം യൂണിറ്റ് സെയിം ആയിട്ടാണ് വർക്ക് ആവണത് പൈത്തണില്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിങ്ങിലെ കൺസെപ്റ്റ് ആണ്. സോളിഡ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ ഡിഫെൻസീവ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ മാതിരി, ഓപ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിങ്ങിലെ കൺസെപ്റ്റ് ആണ്. അത് പല സ്ഥലത്തും പല രീതിയിലാണ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റാക്ക് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, സി ലാംഗ്വേജ് ഉണ്ട് നമുക്ക്. സി ലാംഗ്വേജിൽ കംപ്ലീറ്റ്ലി പോപ്പാണ്, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയും. അതായത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുക. നേരെ മറിച്ച് PHP പൈത്തൺ എന്നുള്ള ലാംഗ്വേജിലേക്ക് വരുമ്പോൾ രണ്ടും പോസിബിളാണ്. പോപ്പായിട്ടും നിങ്ങൾക്ക് കോഡ് എഴുതാം, ഓപ്പായിട്ടും കോഡ് എഴുതാം. പൈത്തണിൽ നിങ്ങൾ ചെറിയ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ അവിടെ ക്ലാസ്സും ഒബ്ജക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല, ഡയറക്റ്റ്ലി സ്ക്രിപ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ പോപ്പാവും യൂസ് ചെയ്യുക. PHP-കാർ നോർമലി പോപ്പിലാണ് എഴുതുക. നേരെ മറിച്ച് PHP ലെരാവൽ കോഡിഗ്നേറ്റർ ഒക്കെ വരുമ്പോൾ ക്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഓപ്പിലാണ് എഴുതുക. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ നേരെ മറിച്ച് സ്ട്രോങ്ലി ടൈപ്പ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ജാവ, C#, അതിലൊക്കെ വരുന്നത് കംപ്ലീറ്റ്ലി ഓപ്പ് മാത്രമാണ്. പോപ്പ് എന്നുള്ള കൺസെപ്റ്റേ ഇല്ല. ഇനി മോഡേൺ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ കോട്ടിലിന്, ഡാർട്ട് അങ്ങനെയുള്ള ലാംഗ്വേജിലേക്ക് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അതൊക്കെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാമേഴ്സിനെ പ്ലീസ് ചെയ്യാനും വേണ്ടി ജാവക്കാർക്കൊക്കെ അറിയാമല്ലോ, സെമി കോളൻ ടൈപ്പ് ഇടണം,
ക്ലാസ് ഉണ്ടാക്കണം, ക്ലാസ്സിന് നെയിം കൊടുക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പോലെ ഹൈഡാക്കി വെക്കും. കോട്ടിലിന് ഡാർട്ടൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് മെയിൻ ക്ലാസ് ഇല്ല, പ്രോഗ്രാമിംഗ്. പക്ഷെ ആക്ച്വലി കമ്പൈലർ എന്ത് ചെയ്യുന്നത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഫങ്ഷണൽ അതെ, അവിടെ നിങ്ങളെ ഫങ്ഷണാലിറ്റി മാത്രമേ ചെയ്താൽ മതി. ബാക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കമ്പൈലർ എന്ത് ചെയ്യും, കമ്പൈൽ ടൈമിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. കോട്ടിലൊക്കെ അങ്ങനെയാണ്. കോട്ടിൽ നമ്മൾ ജസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തുള്ള മാതിരി എഴുതും, പക്ഷെ അത് കമ്പൈലർ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ എക്സാക്ട് ജാവ ക്ലാസ് ആയിട്ടാണ് വരിക. അതിൽ ക്ലാസ് നെയിമും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ ഓപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ എത്രത്തോളം ഓപ്പിന്റെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പിന്റെ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. എല്ലാ പ്രിൻസിപ്പിളും എല്ലാ ലാംഗ്വേജിലൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി പൈത്തണർക്ക് PHP കാർക്കൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. ഓപ്പിൽ എഴുതിയൊരു ഓപ്പ് കാണുമ്പോൾ നെട്ടും, പൈത്തണിൽ ഇങ്ങനെ സംഭവം ഉണ്ടോ അല്ലെങ്കിൽ PHP ഇങ്ങനെ സംഭവം ഉണ്ടോ എന്നുള്ളത്. നേരെ കുറച്ച് അതേമാതിരി ഒബ്ജക്റ്റ് ഓറിയന്റഡിൽ PHP ചെയ്താൽ ലെരാവലിലൊക്കെ വർക്ക് ചെയ്യണ ഒരു സാധാ PHP കണ്ട് സ്ക്രിപ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് PHP ആണോ എന്ന് ചോദിക്കും. കാരണം അത്രത്തോളം ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ ലാംഗ്വേജിന്റെ ഡിഫറൻസ് ഒരു പ്രശ്നമാണ്. പിന്നെ പോളിമോർഫിസംസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെറിറ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. പാരന്റ് ക്ലാസ്സിലുള്ള സംഭവങ്ങൾ വീണ്ടും ചൈൽഡ് ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം പാരന്റ് ക്ലാസ്സിൽ നിന്ന് നേരെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് ഒന്ന് കമ്പൈൽ ടൈപ്പ് പോളിമോർഫിസം. കമ്പൈൽ ടൈപ്പ് പോളിമോർഫിസം ആണ് പിന്നെ മെത്തേഡ് ഓവർലോഡിങ്ങിൽ വരുന്നത്. മെത്തേഡ് ഓവർലോഡിങ്ങിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പർക്ക് നോക്കിയ സംഭവം മനസ്സിലാവും. ഡെവലപ്പർക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എക്ക് 4 പാരാമീറ്റർ ഉണ്ട്, ഫംഗ്ഷൻ എ എന്നുള്ള പേരിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് 3 പാരാമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഡെവലപ്പർക്ക് കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യാൻ കഴിയും. നിങ്ങളിപ്പോൾ വിളിക്കുന്ന ഫംഗ്ഷൻ എനെ വിളിക്കുമ്പോൾ നിങ്ങൾ 3 പാരാമീറ്റർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ എ വർക്ക് ചെയ്യും. 4 പാരാമീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ എ വർക്ക് ചെയ്യും. അപ്പോൾ ഡെവലപ്പർക്ക് കറക്റ്റ്ലി ഇത് ട്രേസ് ചെയ്യാം, എവിടേക്കാണ് ആ കോള് പോകുന്നത്. സോ കമ്പൈലറിന് ഇത് കറക്റ്റായിട്ട് ട്രേസ് ചെയ്യാം. അങ്ങനെ വരുന്നതാണ് മെത്തേഡ് ഓവർലോഡിങ്. അതിനാണ് നമ്മൾ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നേരെ മറിച്ചിന് റൺ ടൈം പോളിമോർഫിസത്തിൽ വരുന്നത് മെത്തേഡ് ഓവർ റൈഡിങ് ആണ്. മെത്തേഡ് ഓവർ റൈഡിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പാരന്റ് ക്ലാസ്സിൽ ഫംഗ്ഷൻ ചെയ്യാനുണ്ട്, അതിന് 2 പാരാമീറ്റർ ആണ്. ചൈൽഡ് ക്ലാസ്സിൽ ഫംഗ്ഷൻ ചെയ്യാനുണ്ട്, 2 പാരാമീറ്റർ ആണ്. ഇതിൽ ഏത് വിളിക്കും എന്നുള്ളത് റൺ ടൈമിലാണ് തീരുമാനിക്കുക. നമ്മൾ യൂസ് ചെയ്ത ഒബ്ജക്റ്റ് ചിൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണെങ്കിൽ ചിൽഡ് ക്ലാസിന്റെ ഇതിനെയാണ് വിളിക്കുക. നമ്മൾ യൂസ് ചെയ്ത് സൂപ്പർ ക്ലാസ്സിലെ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ക്ലാസിന്റെ ഇതിനാണ് വിളിക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചിൽഡ് ക്ലാസ്സും ചിലപ്പോൾ എന്ത് ചെയ്യും, അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷനാലിറ്റി ഫംഗ്ഷൻ ചെയ്യാൻ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്, അതേ പരിപാടി ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യലാണ് ചിൽഡ് ക്ലാസ്സിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ചിൽഡ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ആദ്യം ചിൽഡ് ക്ലാസിന്റെ പരിപാടികൾ നടത്തിയതിന് ശേഷം ചിൽഡ് ക്ലാസ്സിൽ നിന്ന് സൂപ്പർ ക്ലാസിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ വിളിക്കും. അതിന് പലതിലും പല കീവേഡാണ്, സൂപ്പർ എന്നുള്ള കീവേഡാണ് സാധാരണ യൂസ് ചെയ്യുക. അങ്ങനെ നടക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ഈ 2 ഫംഗ്ഷനും വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ചിൽഡ് ക്ലാസിൻ്റെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് വീണ്ടും സൂപ്പർ ക്ലാസ്സിലേക്ക് പാസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെത്തേഡ് ഓവർ റീഡിങ്ങിന്റെ കേസിൽ റൺ ടൈം പോളിമോർഫിസം എന്ന് വിളിക്കുന്നത്. അവിടെ ഡെവലപ്പർക്ക് ഒറ്റ ലെവലിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ എക്സിക്യൂഷനിലാണ് അത് കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, റിയാസ് പറഞ്ഞു. എന്തായാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ ഞാനൊരു പോയിന്റ് വൈസ് പോയിന്റ് ഇങ്ങനെ പറയാം, ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാമോ? സിബിൽ ഡാസ് രണ്ടാളും കേൾക്കാം, ആരേശോടെ ഹാൻഡ് റൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നന്നായിരിക്കും. അതോ ബനി നീ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നത് നന്നായി, എന്നിട്ട് ഡൗട്ട് ചോദിച്ചാൽ മതിയോ? എങ്ങനെയൊക്കെ ഉണ്ട്? അല്ല, ഞാൻ അതൊന്ന് ക്ലിയർ ആക്കാനായിരുന്നു. എനിക്ക് മനസ്സിലായി അവർ രണ്ടാളും 2 ലാംഗ്വേജിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ജാവക്കാർ പൈത്തൺ കാണുമ്പോൾ നെട്ടും, അങ്ങനെയുള്ള പ്രശ്നം സാധാരണ മൾട്ടി സ്റ്റാക്കിൽ സംസാരിക്കുമ്പോൾ ഷിബിൽ ബ്രോ പറഞ്ഞത് ജാവാസ്ക്രിപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഏറ്റവും ബെറ്റർ ആയിട്ട് ഈ ഒരു പരിപാടി ചെയ്തോ. പിന്നെ ജാവാസ്ക്രിപ്റ്റിൽ ഇതേ പ്രശ്നമുണ്ട്, 2 രീതിയിൽ എഴുതാം, ക്ലാസ് ബേസ് ആയിട്ട് എഴുതാം. ഈ ജാവാസ്ക്രിപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം പറയണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി. കാരണം ഈ ഷിബിൽ ബ്രോ ഫുള്ള് ജാവാസ്ക്രിപ്റ്റ് കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കണക്ട് ചെയ്ത് കണ്ട് ജാവ മറ്റുള്ള ഹൈ എൻഡ് പ്രോഗ്രാമിംഗ് ഇല്ല, പൈത്തണ് ജാവ ആ ലെവലിലുള്ള കമ്പയർ ചെയ്ത് പറയുന്നതായിരിക്കും ഇച്ചിരി കൂടെ നന്നാവുക. കാരണം ഇതിൽ പൈത്തൺ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ജാവ എഞ്ചിനീയേഴ്സ് ഉണ്ട്, കോട്ട്ലിൻ ആണെങ്കിലും മറ്റുള്ള ടെക്നോളജി ആണെങ്കിലും അവർക്കൊന്നും കൂടെ അഡാപ്റ്റബിൾ ആയിരിക്കും. ജാവാസ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് അവർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണേ. ഞാൻ പറഞ്ഞത് ഇതിൽ മാറ്റങ്ങൾ വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ, സജസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞാണ്, ആരെങ്കിലും ഇത് ഹാൻഡ് റൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും.
സനത്, സൂസൻ. കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പറയുന്ന മീൻസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ബെറ്ററായിരിക്കും. പിന്നെ ഐഡിയയില് ഇപ്പൊ പൈത്തൺ ഇവിടെ പൈത്തൺ ഏബലിനൊക്കെ ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഏബലില്ലേ ഗ്രൂപ്പില്? ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഏബലിന് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയോ? അപ്പൊ എനിക്ക് ക്ലിയർ കുറവാ. ഇല്ല, ഞാൻ ഡൗട്ട് അല്ലേട്ടാ, ഞാൻ ഇതാ പറഞ്ഞ അത് പൈത്തന്റെ കൺസ്ട്രക്ടറിന്റെ കാര്യം പറഞ്ഞപ്പം ഇനിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ന്യൂ എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ടറും കൂടി ഉണ്ട് അതിനകത്ത്. അപ്പം അത് മെൻഷൻ ചെയ്തിട്ടതാ, ഡൗട്ട് അല്ലേട്ടെ. സോറി കേട്ടോ. കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ആരായിരുന്നു മറ്റേ ദിസിന്റെ കാര്യം പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ല. അന്നേരം അല്ലേ നമ്മൾ ഊപ്സിന്റെ ക്ലാസ് നെക്സ്റ്റ് വെക്കാന്ന് പറഞ്ഞത്? ഞാൻ തന്നെ പറഞ്ഞേ. ഇതിലാണോ? ഓക്കെ, അതാ ഞാൻ ചാറ്റിൽ. ദിസ് കീവേഡ് നമ്മൾ നോർമലി ജാവയിൽ C#ലൊക്കെ എക്സ്റ്റൻറ്റീവായി യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ദിസ് കീവേഡ് പിന്നെ അതുമാതിരി ഡാർട്ടിലുണ്ട്. ഒന്നുമില്ല, അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡാർട്ടിൽ നമ്മൾ ഫ്ലട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. ഏറ്റവും ഫണ്ടമെന്റൽ എടുക്കുന്നത് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ലൈബ്രറി ഉണ്ടാവും. ഫൗണ്ടേഷൻ ലൈബ്രറിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആൻഡ്രോയിഡ് ലൈബ്രറി ഉണ്ടാവും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരിക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സബ് ക്ലാസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ UI ചെയ്യുന്നവരൊക്കെ അങ്ങനെയാണ്. UI എപ്പോഴും നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് എഴുതല്ല ചെയ്യുക. ഓൾറെഡി ഒരു UI ലൈബ്രറി ഉണ്ടായിരിക്കും. ഈ UI ലൈബ്രറി ഉള്ളതുകൊണ്ട് ആ UI ലൈബ്രറിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ക്ലാസ് എഴുതുക. ഫ്ലട്ടർക്ക് അത് ക്ലിയർ ആണോ? നിങ്ങൾ എഴുതുന്ന ക്ലാസ്സുകളൊക്കെ സ്റ്റേറ്റ്ലെസ് വിഡ്ഗെറ്റിന്റെ ചൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്ഫുൾ വിഡ്ഗെറ്റിന്റെ ചൈൽഡ് ആയിരിക്കും. അത് ക്ലിയർ ആണോ? ആക്ച്വലി പൈത്തണിൽ ദിസ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഇല്ല. പൈത്തണിന്റെ കേസുകളിൽ അല്ല, സെൽഫും ആക്ച്വലി കീവേഡ് അല്ല. നമ്മളത് ഇനിറ്റ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ ആദ്യം പാസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് സെൽഫ്. അത് നമുക്ക് എന്ത് വേണേലും പാസ് ചെയ്യാം. ആ പാരാമീറ്റർ ആ എന്താണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെൽഫ് റെഫറൻസ് എടുക്കുന്നത്. അതെ, അതായത് ദിസിന്റെ അതേ തന്നെ, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം പൈത്തണിൽ. അതാ ആദ്യം ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ പൈത്തണിൽ ഒരു സംഭവം ഉണ്ട്, നമ്മൾ അത് ഡിഫൈൻ ചെയ്തില്ല. സെൽഫ് എന്ന് പറഞ്ഞത് നമ്മളൊരു ക്ലാസ് സെൽഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരാമീറ്റർ പാസ് ചെയ്യാതെയാണ് നമ്മൾ ആ മെത്തേഡ് റൈറ്റ് ചെയ്യുന്നെങ്കിൽ എറർ അടിക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് സ്റ്റാറ്റിക് മെത്തേഡ് ആക്കിയാൽ മതി. ലാസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഊപ്സിന്റെ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഊപ്സിന്റെ സെഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നു. അപ്പോൾ ഇത് പോളിമോർഫിസം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റ്ലെസ് വിഡ്ഗെറ്റിനാണ്. ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ഗെറ്റ് വേറൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും, അത് വേറൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ അതിൻ്റെ ഒരു ചിൽഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ക്ലാസ്സിൻ്റെ ഫംഗ്ഷനൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു ഫംഗ്ഷൻ എന്ന് എഴുതി കഴിഞ്ഞാൽ മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അതിൻ്റെ മുകളിൽ വരുന്ന ഫംഗ്ഷൻ ഒക്കെ നിങ്ങളെ ഈ ഫംഗ്ഷൻ വെച്ച് ഓവർ റൈഡ് ആയി പോകും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള ഏതെങ്കിലും ഒരു ക്ലാസ് ഈ ഫംഗ്ഷൻ ഏനെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് എഴുതിയ ആൾ എക്സ്പെക്ട് ചെയ്യുന്നത് അയാൾ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ് എന്നുള്ള ഫംഗ്ഷനേ ആയിരിക്കും. പക്ഷെ കമ്പൈലർ വർക്കൗട്ട് ചെയ്യൽ നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഓവർ റൈഡ് ആയ ഫംഗ്ഷനേ ആയിരിക്കും. അപ്പം അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദിസ് കൂട്ടുന്നത്. അപ്പോൾ ദിസ് വെച്ച് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലാസിൻ്റെ ബൗണ്ടറിയിൽ വെച്ചിട്ടുള്ള ഫംഗ്ഷനെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ മുകളിലുള്ള ഓവർ റൈഡ് ചെയ്തിട്ടുള്ള എന്താവില്ല, വർക്കാവില്ല. ആ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസിൻ്റെ റെഫറൻസ് ആണ്. ആ ഒരു ക്ലാസിൻ്റെ ഇതിൽ റെഫർ ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവും. അപ്പോൾ സബ് ക്ലാസ് ഇതേമാതിരി ഓവർ റൈഡ് ആയി കഴിഞ്ഞാലും
ബിഹേവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവില്ല. നമ്മളെ ക്ലാസ്സിൽ ദിസ് വെച്ച് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ്സിലുള്ള അതേ ഫംഗ്ഷൻ തന്നെ വർക്ക് ചെയ്യും. കാരണം ആ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റിനായിട്ട് അതാണ് ബൗണ്ട് ചെയ്തിട്ടുള്ളത്. അതേ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് പൈത്തണിൽ സെൽഫ് യൂസ് ചെയ്യുന്നത്. പൈത്തണിൽ ഈ പറഞ്ഞ മാതിരി 2 പ്രോഗ്രാമിംഗ് ടൈപ്പുകളും അലോ ആയതുകൊണ്ട് പൈത്തണിന് അതിൻ്റെ ഒരു റൂൾ ഇല്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ റൂൾ ഇതാണ്, സെൽഫ് യൂസ് ചെയ്തിട്ടാണ് ദിസ് കീവേഡിന് പകരം ഇവിടെ പൈത്തണിൽ യൂസ് ആക്കുന്നത്. അതാണ് ഈ ദിസിന്റെ മെയിൻ യൂസേജ് വരുന്നത്. ക്ലിയർ ആണോ? ഇല്ല, ഞാൻ ചോദിച്ചില്ല, ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യം പറഞ്ഞ. എനിക്കതിൽ ഡൗട്ടില്ല. ആരാ? ഞാനോ? ഡാറ്റ ബൈൻഡിങ് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഡാറ്റ ബൈൻഡിങ് ഒന്നും ഇതിൽ ആരെങ്കിലും യൂസ് ചെയ്യണ്ടോ എന്നറിയില്ല. ആൻഡ്രോയിഡിലുള്ള ഡാറ്റ ബൈൻഡിങ് ആണോ ഉദ്ദേശിച്ചത്? മറ്റേ പരിപാടി അല്ല, അബ്സ്ട്രാക്ഷൻ. എനിക്ക് നമ്മള് പോളി 3rd സെമ്മില് ജാവ ആണല്ലോ അല്ലേ? മറ്റേ നമ്മളെ മൂവി വന്നതിന് ശേഷമാണ് ഞാൻ ആ ഇതെടുത്ത് നോക്കിയത്, ബുക്ക് എടുത്ത് നോക്കി. പിന്നെ ഈ ഓക്കെ. ഒന്ന് പറയുന്നത് ഓപ്സിന്റെ കൺസെപ്റ്റിൽ ഒന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ ഈ പോളിമോർഫിസത്തിൽ വരുന്നതാണ്. പോളിമോർഫിസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റിലുള്ള മെത്തേഡ്സിനെ ഡാറ്റനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക, അത് റീയൂസ് ചെയ്യുക. അപ്പൊ അവിടെ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് വർക്കൗട്ട് ആവേണ്ടതെന്നുള്ളത് ഡെവലപ്പർക്ക് അറിയേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിയാസ് ഇപ്പോൾ ഒരു ലൈബ്രറി എഴുതി. റിയാസ് ലൈബ്രറി എഴുതത് 2 നമ്പറിന്റെ സമ്മ് കാണാനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ റിയാസിന്റെ ലൈബ്രറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈബ്രറിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, സം എന്നുള്ള ഫംഗ്ഷൻ. അതിലേക്ക് 2 നമ്പർ വിട്ട് കഴിഞ്ഞാൽ ആ 2 നമ്പർ സം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് റിയാസ് റിട്ടേൺ തരും. എന്നെ സംബന്ധിച്ച് അത്ര അറിഞ്ഞാൽ മതി. റിയാസിന്റെ ഫംഗ്ഷനെ വിളിക്കണം, ആ ഫംഗ്ഷനിലേക്ക് 2 നമ്പർ പാസ് ചെയ്യണം, റിയാസിന്റെ ഫംഗ്ഷൻ ഒരു നമ്പർ റിട്ടേൺ തരും, അത് സം ആയിരിക്കും. അതല്ലാതെ റിയാസ് എങ്ങനെ അവിടെ സമ്മ് കാണുന്നു, ഈ 2 നമ്പറിൽ നിന്ന് റിയാസ് എങ്ങനെ സമ്മ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ അറിയേണ്ട ആവശ്യമില്ല. അതിനാണ് ഈ റീയൂസബിൾ കോഡ് എന്ന് പറയാം. അതിലാണ് അബ്സ്ട്രാക്ഷൻ വരുന്നത്. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മൊത്തം എൻകാപ്സുലേറ്റ് ചെയ്ത് വെക്കും. ഒരു ക്യാപ്സുൾ രൂപത്തിലാണ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് രൂപത്തിലാണ് ഈ ഒബ്ജക്റ്റ് വരിക. ക്ലാസ്സിനെ നമ്മൾ സാധാരണ ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. ബ്ലൂ പ്രിന്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക. അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റിന്റെ ഒരു എന്തെന്ന് പറഞ്ഞത് വേറെന്തോ ഒരു വാക്കുണ്ട്. അപ്പൊ ഈ ഒബ്ജക്റ്റ് വെച്ചാണ് എന്ത് ചെയ്യുക, ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടീസ്, ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യുക. സാധാരണ ജാവ ആണെങ്കിൽ ഡാറ്റ ഐറ്റംസ്, പിന്നെ അതുമാതിരി ഫങ്ഷൻസ് നമുക്ക് റീയൂസ് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ മാതിരി അതിന്റെ നെയിം, അതിലേക്ക് വിടേണ്ട പാരാമീറ്റർ, അതിന്റെ റിട്ടേൺ ടൈപ്പ് കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യുന്ന ആൾ അറിഞ്ഞാൽ മതി, കൺസ്യൂം ചെയ്യുന്ന ആൾ അറിഞ്ഞാൽ മതി. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് തീരുമാനിക്കുക എന്ത്, അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം, അവിടെ എന്ത് ഇംപ്ലിമെന്റേഷന് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരിപാടിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഒരു കേസ്, ഒന്ന് അബ്സ്ട്രാക്ഷൻ എൻക്യാപ്സുലേഷനും രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സംഭവമാണ്. രണ്ടാമത്തെ ഒരു കേസ് വരുന്നത് റിയാസ് സമ്മ് കാണാനും വേണ്ടിയിട്ട് റിയാസിന്റെ ഒരു പ്രൈവറ്റ് ലൈബ്രറി യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഐറ്റത്തിനെ റിയാസ് എക്സ്പോസ് ചെയ്യേണ്ട. റിയാസിന് എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ്സിൽ ജാവയിൽ കറക്റ്റായിട്ട് ഉണ്ട്, ആക്സസ് മോഡിഫൈസ് എന്ന് പറയാം. പ്രൈവറ്റ് നമ്മൾ കളിയാക്കാറുണ്ട്, പ്രൈവറ്റ് പബ്ലിക് ഇതൊക്കെ ജാവയിൽ ഫസ്റ്റ് വരും, സി ഷാർപ്പിലും വരും പബ്ലിക് പ്രൈവറ്റ് എന്നൊക്കെ. അപ്പോൾ റിയാസിന്റെ ക്ലാസ്സിൽ റിയാസിന്റെ കുറെ പ്രൈവറ്റ് ഫങ്ഷൻസ് ഉണ്ട്, അതിനൊക്കെ റിയാസിന് എന്ത് ചെയ്യുക, പ്രൈവറ്റ് ആക്കി വെക്കാം. അതൊരിക്കലും പുറത്തേക്ക് എക്സ്പോസ് ആവില്ല. റിയാസിന്റെ സമ്മ മാത്രം പുറത്തേക്ക് വിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതിനെ മാത്രം പബ്ലിക് ആക്കി വെക്കാം. അങ്ങനെ ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എൻക്യാപ്സുലേഷൻ എന്ന് പറയാം. അതിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എൻക്യാപ്സുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഡെവലപ്പർ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ പുറത്തു പോകുള്ളൂ. അപ്പോൾ ആ റൂൾസ് ഒക്കെ കുറെ പുതിയ ലാംഗ്വേജുകളൊക്കെ തലങ്ങും വിലങ്ങും വെട്ടി നിരത്തിയിട്ടുണ്ട്. കോട്ടിലിനാണ്, ഡാർട്ട് ആണെങ്കിൽ എന്ത് എഴുതിയാലും പബ്ലിക്കാണ്. ഡാർട്ടിൽ പിന്നെ അവരൊന്ന് ഒരു കീവേഡ് ആഡ് ചെയ്തു. അതായത് ഒരു ഫംഗ്ഷന്റെ മുമ്പിൽ അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു
വേരിയബിളിന് മുമ്പിൽ ഒരു അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ആക്കും. എന്നാലും ഒരു പ്രൈവറ്റ് എന്നുള്ള കീവേഡ് അവിടെ ആഡ് ചെയ്തില്ല. പുതിയ ലാംഗ്വേജിൽ അങ്ങനെയുള്ള റൂൾസുകളൊക്കെ വെട്ടി നിരത്തിയിട്ടുണ്ട്. ജാവയിൽ മാത്രമാണ് എൻറ്റയർലി ഓപ്സ് കൺസെപ്റ്റുകൾ ഇപ്പോഴും അതുമാതിരി നിലനിൽക്കുന്നതും അതുമാതിരി കംപ്ലീറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതും. ഡിഫാൾട്ട് നിങ്ങൾ ഒന്നും കൊടുത്തിട്ട് ഡിഫാൾട്ട് വരും. ഓക്കെ, അതെ. ആ പാക്കേജിന്റെ ഉള്ളിൽ കിട്ടും. ഡിഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നെയിം സ്പേസിൽ വരുന്ന ക്ലാസ്സുകൾക്ക്, അതായത് ആ പാക്കേജിന്റെ ഉള്ളിൽ. ആ 2 റൂള് വരുന്നത് ജാവയിലും C# ആണ്. അതാണ് പ്രശ്നം. ലാംഗ്വേജ് മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ഒക്കെ റൂൾസ് മാറും. ഉള്ളിൽ എന്ത് എഴുതിയാലും പബ്ലിക് ആണ്. ഡാർട്ടിലും പബ്ലിക് ആണ്. ഡാർട്ടിൽ പിന്നീട് അവരെന്ത് ചെയ്തു, അണ്ടർസ്കോർ വെച്ചാൽ അത് പ്രൈവറ്റ് ആവും എന്നുള്ള ഒരു റൂള് കൊണ്ടുവന്നു. അതെ, ഓക്കെ. അപ്പോ അതെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ആദ്യം കൺസെപ്റ്റ് പഠിക്കുക, കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ലാംഗ്വേജിൽ ആ കൺസെപ്റ്റ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇന്നർ ക്ലാസ് ഓപ്പിന്റെ കൺസെപ്റ്റിൽ വരില്ല അതുകൊണ്ട്. റിയാസ് പറഞ്ഞോ? അതിനു മുമ്പ് വിഷ്ണുലാൽ ഏതാ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? ലാംഗ്വേജ് ബേസ് പറയുകയാണെങ്കിൽ ഒന്നും കൂടി മനസ്സിലാവും. C# ആണ്. ഓക്കെ, റിയാസ് പറഞ്ഞോ? അല്ല, രണ്ടും സെയിം ആണ്. നെസ്റ്റഡ് ക്ലാസ് ആണോ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത്? അതെ, ഒരു ക്ലാസിന്റെ ഉള്ളിൽ വേറെ ക്ലാസ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോലെ അല്ലേ? വിഷ്ണുലാൽ കേട്ടില്ല. റെസ്പോൺസ് ഒക്കെ നമ്മള് തന്നെയാണ് നമ്മൾ ഫംഗ്ഷൻ. ചെയ്യത്തില്ലേ? അതെ, ജേസന്റെ ക്ലാസ് എങ്ങനെ വരുന്ന വെച്ചാല് ഏറ്റവും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സാധനത്തിന് ഒരു ക്ലാസ് വരും. ആ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ അത് വരും. മനസ്സിലായോ? അല്ല, എനിക്കത് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അതായത് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അതായത് ജേസോണ് ക്ലാസ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ജേസോന്റെ സ്ട്രക്ചർ നോക്കുക. ജേസോന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. സ്റ്റുഡന്റിന്റെ ഉള്ളിൽ നെയിം, ഏജ്, ക്ലാസ്, ഈ 3 സിംഗിൾ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ. ഇനി മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട് വിചാരിക്കുക. ഈ മാർക്സിന്റെ ഉള്ളിൽ ആരായിട്ടാവും വരിക, ഒരു 4 സബ്ജക്റ്റിന്റെ ഉണ്ടാവും. അപ്പൊ സബ്ജക്ട് 1 സബ്ജക്ട് 1ന്റെ മാർക്ക്, സബ്ജക്ട് 2 സബ്ജക്ട് 2ന്റെ മാർക്ക്, അങ്ങനെ ഒരു 4 ഐറ്റം വേറെ ഉണ്ടാവും. ഓക്കെ. ഈ 4 ഐറ്റം കൂടി ആരായിട്ടായിരിക്കും മാർക്സിൽ വരുന്നത്. ഓക്കെ. ഇനി പാരന്റ് എന്നുള്ള ഒരു ഫീൽഡ്, ഈ പാരന്റ് എന്നുള്ളത് ഒരു ജേസോൺ ഒബ്ജക്റ്റ് ആയിരിക്കും. പാരന്റിന്റെ ഉള്ളിൽ
പാരന്റ് നെയിം, പാരന്റ് ഫോൺ നമ്പർ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഉം. ഇത് നമ്മൾ ഇങ്ങനെ ക്ലാസ്സിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ ആദ്യം പാരന്റ് എന്നുള്ള ഒരു ക്ലാസ്. ഓക്കെ, പാരന്റ് എന്നുള്ള ക്ലാസ്സിൽ 2 പ്രോപ്പർട്ടി ഉണ്ടാവുള്ളൂ, പാരന്റ് നെയിം, പാരന്റ് ഫോൺ നമ്പർ. ഓക്കെ, അത് പാരന്റ് ക്ലാസ്. ഓക്കെ, ഇനി മാർക്ക് എന്നുള്ള ഒരു ക്ലാസ് ഉണ്ടാക്കും. മാർക്ക് എന്നുള്ള ക്ലാസ്സിൽ 2 ഉണ്ടാവുള്ളൂ, സബ്ജക്റ്റ് നെയിം, മാർക്ക്. ഓക്കെ, ഇനി സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വരിക അറിയാം? സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ്സിൽ സ്റ്റുഡന്റ് നെയിം, ഏജ്, ക്ലാസ്, അത് 3 ഉണ്ടാവും. മാർക്ക് എന്നുള്ള ക്ലാസിന്റെ അരായി. ഓക്കെ, പാരന്റ് എന്നുള്ളത് പാരന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. അവിടെ നെസ്റ്റഡ് ക്ലാസ് ഉള്ള വരുന്നത് മറ്റേ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് വെച്ച് ഇവിടെ യൂസ് ചെയ്തത്. മനസ്സിലായോ? ഓക്കെ. നെസ്റ്റഡ് ക്ലാസ് എങ്ങനെ വരിക വെച്ചാല് ക്ലാസ് എന്റെ ഉള്ളിൽ ക്ലാസ് ബി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ക്ലാസ് ബി കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലാസ് എന്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് നെസ്റ്റഡ് ക്ലാസ് വരുന്നത്, അല്ലെങ്കിൽ ഇന്നർ ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, അത് നമ്മുടെ യൂസേജ് എന്തായിരിക്കും? വിഷ്ണു കേട്ടില്ല. അല്ല, അതിന്റെ നമ്മൾക്കൊരു യൂസ് കേസ് പറയാമോ ഈ നെസ്റ്റഡ് ക്ലാസിന്റെ? നെസ്റ്റഡ് ക്ലാസിന്റെ യൂസ് കേസ് മെയിൻ അതെ, നെസ്റ്റഡ് ക്ലാസ്സിനൊക്കെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യൽ നെസ്റ്റഡ് ഫങ്ഷൻസ് ആണ്. അതായത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ വേറൊരു ഫംഗ്ഷൻ. വോയിസ് ഇത്തിരി ഉം. ഉം, ഉം. ഉം. അല്ല, ഇന്റെ കേസിൽ പറയുകയാണെങ്കിൽ നെസ്റ്റഡ് ക്ലാസ് ഞാൻ തിയറിക്ക് പഠിക്കാമെന്നല്ല, ഇന്ന വരെ ഞാൻ റിയലിൽ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതുമാതിരി ഞാൻ ഇടയ്ക്ക് ജാവാസ്ക്രിപ്റ്റിൽ നെസ്റ്റഡ് ഫങ്ഷൻസ് ജാവാസ്ക്രിപ്റ്റിൽ മാത്രം ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യലുണ്ട്. പിന്നെ നെസ്റ്റഡ് ക്ലാസ് എന്നുള്ള കൺസെപ്റ്റ് സോളിഡ് പ്രിൻസിപ്പലിന് എതിരാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മാക്സിമം ഒഴിവാക്കലാണ്. ഓക്കെ, വിഷ്ണു എന്തായാലും നോക്കിയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ യൂസ്
ഓക്കെ. കുഴപ്പമില്ല, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. എനിക്ക് റിയൽ യൂസ് കേസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഞാൻ യൂസ് ചെയ്യലില്ല. ഞാൻ നോക്കിയിട്ട് പറയാം എന്തെങ്കിലും റിയൽ യൂസ് കേസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ. ഓക്കെ. ഇല്ല, പറഞ്ഞിട്ടില്ല. സ്റ്റാറ്റിക് ക്ലാസ്സിൽ സാധാരണ സിംഗിൾട്ടൺ മോഡിൽ വരുന്നതൊക്കെ സ്റ്റാറ്റിക് ക്ലാസ്. സ്റ്റാറ്റിക് ക്ലാസ് അല്ല, സിംഗിൾട്ടൺ എല്ലാത്തിലും ഇല്ല. അതായത് നോർമലി നമ്മളൊരു ക്ലാസ് എഴുതി കഴിഞ്ഞാൽ അതൊരു ബ്ലൂ പ്രിന്റ് ആണ്. ഈ ക്ലാസ്സിന് കൺസ്ട്രക്ടർ വെച്ച് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാലേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ക്ലാസ് എഴുതിയെന്ന് വെച്ചിട്ട് ആ ക്ലാസ്സിലുള്ള ഡാറ്റ ഐറ്റംസിനെ, ഡാറ്റ ഫങ്ഷൻസിനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ടറാണ് വർക്ക് ചെയ്യുക. ആ കൺസ്ട്രക്ടർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇനീഷ്യൽ ഡാറ്റ ക്ലാസ്സിലേക്ക് ഫീഡ് ആവുന്നുള്ളൂ. അപ്പോഴാണ് ആ ഒബ്ജക്റ്റിനൊരു ലൈഫ് ഉണ്ടാവുന്നത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ കൺസ്ട്രക്ടറിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു കോപ്പി രൂപത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടായി. ആ ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാവും. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്ത വാല്യൂ വെച്ചിട്ടാണ് ഈ ഒബ്ജക്റ്റ് വർക്കൗട്ട് ചെയ്യുക. ഇനി അതല്ലാത്ത ചില ഫങ്ഷൻസ് ഉണ്ട്. ചില ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലാസ്സുമായിട്ട് ബന്ധമൊന്നുമില്ല, അതിന് ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് ആയിട്ട് മാറ്റാം. അങ്ങനെയുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. ക്ലാസ് നെയിം ഡോട്ട് വിത്ത് ആ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇതേ രൂപത്തിലുള്ളതാണ് സ്റ്റാറ്റിക് ക്ലാസ്സുകൾ. സ്റ്റാറ്റിക് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഫങ്ഷൻസ്, അതിലുള്ള എല്ലാ ഡാറ്റ ഐറ്റംസ് സ്റ്റാറ്റിക് ആയിരിക്കും. ഇനി സ്റ്റാറ്റിക് ക്ലാസ്സുകൾ ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാവനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാം. ജാവക്ക് ഭയങ്കര മെമ്മറി ആവശ്യമാണ്. ഇപ്പം ജാവയിൽ നമ്മൾ ഒന്നാമത് ഈ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ജാവ മെമ്മറിയിൽ സേവ് ചെയ്തേക്കും. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ നിന്ന് 10 ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 10 പ്രാവശ്യം ഈ ഒബ്ജക്റ്റിനെ സേവ് ചെയ്തേക്കണം. ഈ 10 ഒബ്ജക്റ്റിനുള്ള മെമ്മറി പോകും. അത് നിർബന്ധമാണ്. കാരണം നമ്മൾ ഈ 10 ഒബ്ജക്റ്റിലേക്കും കൊടുത്തിട്ടുള്ള ഇനീഷ്യൽ ഡാറ്റ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ 10 തരത്തിലുള്ള ഒബ്ജക്റ്റാണ് നമുക്ക് വേണ്ടത്, നിർബന്ധമാണ്. ഇനി നമുക്കൊരു സ്റ്റാറ്റിക് ക്ലാസ് എന്ന് വിചാരിക്കുക. ഈ സ്റ്റാറ്റിക് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെന്ന് നമുക്ക് യാതൊരു ഗുണമില്ല. കാരണം എത്ര ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാലും ഒരേ സ്വഭാവമായി ഈ ക്ലാസ്സിന് ഉണ്ടാവുക. അതിലുള്ള എല്ലാ സാധനങ്ങളും സ്റ്റാറ്റിക്കാണ്. അങ്ങനെയുള്ള കേസിൽ ജാവ എന്ത് ചെയ്യുള്ളൂ, ഈ സ്റ്റാറ്റിക് ക്ലാസ്സിനെ എത്ര വിളിച്ചു കഴിഞ്ഞാലും മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കില്ല. ഒരു സിംഗിൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ ആ പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അത് വർക്കൗട്ട് ആവും. ഇത് ഗ്ലോബലി എപ്പോഴും അവൈലബിളും ആയിരിക്കും. കാരണം ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റാറ്റിക് ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നവരെ ഈ സ്റ്റാറ്റിക് ക്ലാസ്സിന് മെമ്മറിയിൽ ജാവ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിംഗ് റൺ ടൈം കീപ്പ് ചെയ്യും. പുതിയ സ്റ്റാറ്റിക് ഇൻസ്റ്റൻസുകൾ ഉണ്ടാക്കേണ്ട, നിലവിലുള്ള ഇൻസ്റ്റൻസ് നമുക്ക് ഗ്ലോബലി അവൈലബിൾ ആകും. അങ്ങനെ വരുന്ന ക്ലാസ്സുകളാണ് സ്റ്റാറ്റിക് ക്ലാസ്സുകൾ. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഫംഗ്ഷനാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. സ്റ്റാറ്റിക് ഫംഗ്ഷൻസ്, സ്റ്റാറ്റിക് വേരിയബിൾസ്, ഇത് മാത്രമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാറ്റിക് ക്ലാസ്സുകൾ പറഞ്ഞത്. മെമ്മറി വൈസ് നോക്കുമ്പോൾ ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ സ്റ്റോറേജിനും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ കുറഞ്ഞ മെമ്മറിയേ ഉള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതേമാതിരി നമുക്ക് എപ്പോഴും യൂസേജ് വരുന്ന, ഗ്ലോബലി യൂസേജ് വരുന്ന ഡാറ്റാബേസ് കണക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിക്കിലേക്ക് മാറ്റാറുണ്ട്. അത് ഈ മെമ്മറി അഡ്വാൻറ്റേജും ത്രൂ ഔട്ട് ദ ആപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിൾ ഇത് അവൈലബിൾ ആവും. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെ ഒരു അത് ഓക്കെയാണ്. ഇനി സൂപ്പറും ദിസ് കീവേഡ് പറഞ്ഞില്ലേ? അതെ, സൂപ്പർ കീവേഡ് പറഞ്ഞു. സൂപ്പർ ഷിബിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇൻഹെറിറ്റൻസിന്റെ ഭാഗമായിട്ടുള്ള. സൂപ്പർ പറഞ്ഞു പോയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലേ. ഫൈനൽ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഫൈനൽ ഒന്ന് പറഞ്ഞെടുക്കാവോ? ഫൈനൽ കീവേഡ് അതിന് കുറെ ലാംഗ്വേജിൽ ഇല്ല തോന്നുന്നു. ഫൈനൽ കീവേഡോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ലൈബ്രറിയിൽ ഒരു ഫംഗ്ഷൻ എഴുതി.
ലൈബ്രറിയിൽ ഒരു ഫംഗ്ഷൻ എഴുതി, ഞാൻ സമ്മ് കാണാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതി. ആ ഓക്കെ, കീവേഡ് അല്ല ഞാൻ ചോദിക്കുന്ന, ക്ലാസ്സിന് ഫൈനൽ കൊടുത്തു കഴിഞ്ഞാൽ അതെ അതെ ഞാൻ പറഞ്ഞ. അപ്പോൾ ഈ ഫൈനലിൻ്റെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊരു ഫംഗ്ഷൻ എഴുതി, സമ്മ് എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതി. ഓക്കെ, ആ സമ്മ് എന്നുള്ള ഫംഗ്ഷനിൽ സമ്മ് കാണാനുള്ള കാര്യങ്ങൾ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തു. നാളെ റിയാസ് ഇൻ്റെ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തു. ഇൻ്റെ ക്ലാസ്സിനെ റിയാസ് ഇൻഹെറിറ്റ് ചെയ്തു. റിയാസ് അവിടെ എന്ത് ചെയ്തു? ഓവർ റൈഡ് ചെയ്തു. റിയാസ് ഒരു സം ഉണ്ടാക്കി ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓവർ റൈഡ് ആയി. പക്ഷെ നമ്മൾ ആപ്ലിക്കേഷൻ ലോജിക്ക് പ്രകാരം ഇൻ്റെ സമ്മിനെ വേറെ ആരും ഇൻഹെറിറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്ത ഇംപ്ലിമെൻറ്റേഷനാണ് കറക്റ്റ്, വേറൊരാളും ഇത് മാറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഇതെന്ത് ചെയ്യണം? ഈ ക്ലാസ്സിന് എനിക്ക് എല്ലാവരായിട്ടും ഷെയർ ചെയ്യുമാണ്. എല്ലാവരും ഇൻ്റെ ക്ലാസ് യൂസ് ചെയ്യണം, ഇൻ്റെ സമ്മ് യൂസ് ചെയ്യണം. എന്നാൽ അവർ യൂസ് ചെയ്യാൻ അവർക്ക് പറ്റും വേണം, എന്നാൽ അവരാരും ഓവർ റൈഡ് ചെയ്യാനും പാടില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യുക? ആ ഒരു ഫംഗ്ഷനെ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിനെ നമ്മൾ ഫൈനലാക്കി വെക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അത് യൂസ് ചെയ്യാം, ആ ഒരു ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാം. ആ ഒരു ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഫൈനലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാമെന്നല്ലാതെ ഫൈനലുള്ള സാധനങ്ങളെ ഓവർ റൈഡ് ചെയ്യാൻ കഴിയില്ല. ഫൈനലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം, ഓവർ റൈഡ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഫൈനൽ യൂസ് ചെയ്യുന്നത്. നേരത്തെ സ്റ്റാറ്റിക്കിനെ പറ്റി പറഞ്ഞ മാതിരി ഒരു ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ഫൈനൽ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫൈനൽ ക്ലാസ് ആയിട്ട് യൂസ് ചെയ്യും. ഫൈനൽ ക്ലാസ്സിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, അതിനെ പിന്നെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം അതിന് സബ് ക്ലാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സബ് ക്ലാസ് നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? പാരന്റ് ക്ലാസ്സിലുള്ള എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യണം, അതിനോട് കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഓവർറൈഡ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ മാത്രമല്ല നമ്മൾ അതിനെ സബ് ക്ലാസ് ഉണ്ടാക്കുന്നത്. ഫൈനലുള്ള ക്ലാസ്സിനെ നമുക്ക് ഇൻഹെറിറ്റൻസ് ഇതേമാതിരി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. ഫൈനൽ ക്ലാസ് ആവണം എന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഫംഗ്ഷൻസും ഫൈനൽ ആവണം എന്നാണ് ജാവന്റെ നിർബന്ധം. അപ്പൊ ഈ സീൽഡ് ക്ലാസ്സും ഇതും ഒരേപോലെയാണോ? എങ്ങനെ മനസ്സിലായില്ല? സീൽഡ് ക്ലാസ്സിൽ സീൽഡിൽ വേറെ എന്തൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷെ സീൽഡും ഫൈനലിന്റെ ഏകദേശം കൺസെപ്റ്റ് സെയിം ആണ്. സീൽഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഏത് C# ആണുള്ളത് സീൽഡ്? അതെ അതെ, C# ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സീൽഡ് ക്ലാസ് കോട്ട്ലിന്റെ കേസിലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോട്ട്ലിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ സീൽഡ് ക്ലാസിന്റെ മെയിൻ ഉപയോഗം നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ റിയൽ വേൾഡ് എക്സാമ്പിളാണ് പറയണേ, നമ്മൾ API കോൾ നടത്തുമല്ലോ, ആ സമയത്ത് നമുക്ക് പല സ്റ്റേറ്റ്സും മാനേജ് ചെയ്യേണ്ടി വരും. എന്യൂമറേഷൻ കേട്ടിട്ടില്ലേ? എന്യൂമറേഷൻ ഈനം ക്ലാസ് അറിയില്ലേ? ഈനം ക്ലാസ്സിന് എന്താ ചോദിച്ചാൽ നമുക്ക് ആ സ്റ്റേറ്റ് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ആണല്ലോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺസ്റ്റന്റ് സ്പെസിഫൈഡ്, സെലക്ട് വൺ ഓൺലി വൺ, അങ്ങനെയാണല്ലോ എനും വരുന്നത്. അപ്പോൾ അത് കോൺസ്റ്റന്റ് ഡാറ്റയാണ്. പക്ഷേ നമ്മൾ സീൽഡ് ക്ലാസ്സിന് പ്രത്യേകത ഉണ്ട്. സീൽഡ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് സബ് ക്ലാസ്സസ് എഴുതാം. ഈ സബ് ക്ലാസ്സസ് നമ്മൾ കൺസിഡർ ആസ് എ സ്റ്റേറ്റ്. അതായത് നമ്മളിപ്പോൾ API കോൾ ചെയ്യുന്ന സമയത്ത്, API കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലോഡിങ് ടൈം ഉണ്ട്. അത് APIയിൽ റിക്വസ്റ്റ് ചെയ്ത് പക്ഷെ ഡാറ്റ കിട്ടിയിട്ടുമില്ല. ആ സമയത്ത് നമ്മൾ ലോഡിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉപയോഗിക്കും. കാരണം ഡാറ്റ ലോഡ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ, നമ്മൾ അതിലേക്ക് റിക്വസ്റ്റ് പോയിക്കൊണ്ടിരിക്കണുള്ളൂ. നമുക്ക് ഇൻ കേസ് റിക്വസ്റ്റ് വന്നു, സക്സസ് റെസ്പോൺസ് വന്നു, ആ സമയത്ത് നമുക്ക് സൈൽഡ് ക്ലാസ്സിൽ എന്തായിരിക്കും? സക്സസ് എന്ന് പറഞ്ഞാണ്ട് നമുക്കൊരു സ്റ്റേറ്റ് വരും. ദെൻ അതല്ല എറർ ആണെങ്കിൽ എറർ എന്ന് പറഞ്ഞാണ്ട് സ്റ്റേറ്റ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞ ഒരു സീൽഡ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സീൽഡ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ 3 സബ് ക്ലാസ്സസ് ഉണ്ട്. ഒന്ന് ലോഡിങ്, രണ്ടാമത്തെ സക്സസ്, മൂന്നാമത്തെ എറർ. ഈ 3 സ്റ്റേറ്റ്സ് ഉണ്ട്. റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബഫറിങ് ടൈം, അല്ലെങ്കിൽ ആ ഡാറ്റ കിട്ടുന്ന വരെയൊക്കെയുള്ള ടൈം ലോഡിങ് ആയിരിക്കും. ഡാറ്റ കിട്ടിയാൽ സക്സസ് ആയിരിക്കും, ഡാറ്റ ഫെയിലിയർ ആണെങ്കിൽ എറർ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോഡിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെസിഫൈ ആയിട്ട് എന്തെങ്കിലും ഡാറ്റ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറായിട്ട് പാസ് ചെയ്യും, കൺസ്ട്രക്ടറിൽ ഡാറ്റ ആയിട്ട് പാസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സക്സസ് റെസ്പോൺസിൽ എന്തായാലും JSON വാല്യൂ ഉണ്ടാവുമല്ലോ, ഡാറ്റ ഉണ്ടാവുമല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ മാപ്പ് ചെയ്തെടുക്കുന്ന ഡാറ്റ നമ്മൾ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഡാറ്റ ഉണ്ടാവും. എററിലാണെങ്കിൽ നമുക്ക് എററിൻ്റെ മെസ്സേജ് ഉണ്ടാവും, എറർ കോഡ് ഉണ്ടെങ്കിൽ എറർ കോഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കൺസിഡറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സീൽഡ് ഉപയോഗിക്കുന്നത്. സീൽഡ് ഇസ് എ ജനറിക് ടൈപ്പ് ഓഫ് ക്ലാസ് ആണ്. ജനറിക് ക്ലാസ് എന്നാണ് പറയുന്നത്. കോട്ട്ലിൻ്റെ കേസിൽ എനിക്ക് C# കുറിച്ച് അറിയില്ല. ബനി ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ? C# ബേസ് ചെയ്ത് നോക്കുമ്പോൾ
ഞാൻ സീൽഡ് ക്ലാസ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ നോക്കിയിട്ടില്ല. ശരിക്ക് അങ്ങനെയാണ് കോട്ട്ലിയിൽ ഇങ്ങനെയാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ എടുക്കുന്ന ഡാറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സീൽഡ് ക്ലാസ് വരുന്നത്. പിന്നെ ഇതിൽ സബിത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫൈനലും ഫൈനലിയും. ഫൈനൽ ഇപ്പോൾ ബനി പറഞ്ഞ മാതിരി ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിൻ്റെ ഇൻഹെറിറ്റൻസിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് ബനി പറഞ്ഞത്. കാരണം അതിന് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഫൈനലി എന്ന് പറഞ്ഞാൽ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഉണ്ട്. ട്രൈ ക്യാച്ച് ബ്ലോക്ക് അറിയില്ല? ഫൈനലി എൻറ്റയർലി ഡിഫറെന്റ് സാധനം കേട്ടോ. അത് ക്യാച്ച് ട്രൈ ക്യാച്ച് ക്യാച്ച് ബ്ലോക്ക് എക്സെപ്ഷൻ്റെ ഹാൻഡ്ലിങ്ങിൽ നമ്മൾ ട്രൈൻ്റെ ഉള്ളിൽ നമ്മൾ വരാൻ എക്സെപ്ഷൻ വരാനുള്ള സാധനങ്ങൾ കോഡ് എഴുതി വെക്കും. ക്യാച്ചിൽ എന്തായിരിക്കും, നമ്മൾ അതിൻ്റെ എക്സെപ്ഷൻ നമ്മൾ ക്യാച്ച് ചെയ്യും. ആ എക്സെപ്ഷൻസിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്യാച്ചിൽ എഴുതുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ട്രൈ എറർ വന്നാലും എറർ വന്നില്ലെങ്കിൽ നിർബന്ധമായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ക്യാച്ച് കഴിഞ്ഞിട്ട് ഡോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൈനലി വിളിക്കും. അത് എന്ത് സംഭവിച്ചാലും ഈ ഫൈനലി ബ്ലോക്കിലുള്ള ഡാറ്റ വർക്ക് ചെയ്യണം. അതാണ് ഫൈനലി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. ഇനി വേറെ നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ബനി? വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ അല്ല അടുത്ത പോയിന്റ്? ഇല്ല, അതന്നെ കറക്റ്റ് ആണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ വരുന്ന സംഭവമാണ് ഫൈൻ. പിന്നെ കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മെത്തേഡ് ഓവർലോഡിങ്ങിന് ഇല്ല പറഞ്ഞിട്ടില്ല. നമ്മള് കൺസ്ട്രക്ടർ വിളിക്കുമല്ലോ. അതായത് ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന്റെ വിളിക്കുമ്പോൾ അതിന്റെ കൺസ്ട്രക്ടർ വിളിക്കുന്ന സമയത്ത് കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വെറും അനോണിമസ് കൺസ്ട്രക്ടർ മാത്രമല്ല, അത് പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടർ മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫംഗ്ഷൻ എഴുതുന്ന പോലെ തന്നെ കൺസ്ട്രക്ടറിന് അതിൻ്റെ ഉള്ളിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റും. ഈ പാരാമീറ്റർ നമുക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ്ങിൻ്റെ കോൺസെപ്റ്റ് തന്നെ, അതായത് ഡിഫറെൻറ്റ് കൺസ്ട്രക്ടേഴ്സ് ഒരൊറ്റ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് കൺസ്ട്രക്ടേഴ്സ് എന്ത് ചെയ്യും, പാരാമീറ്ററിനെ ബേസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ 3 പാരാമീറ്റർ ഉള്ള ഒരു കൺസ്ട്രക്ടർ എഴുതി, 4 പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടർ എഴുതി, 2 പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടർ എഴുതി. പക്ഷെ മറ്റൊരു കൺസ്ട്രക്ടർ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ 3 കൺസ്ട്രക്ടർ ഉള്ള ഒരു 3 പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടറിനെ നമ്മൾ വിളിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, ബാക്കി 2 കൺസ്ട്രക്ടറിന് വർക്ക് ചെയ്യാതെ നമ്മളെന്തായിരിക്കും 3 പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടർ മാത്രം വർക്ക് ചെയ്യും. അതാണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ്. മെത്തേഡ് ഓവർലോഡിങ്ങിന്റെ സെയിം കോൺസെപ്റ്റ് കൺസ്ട്രക്ടറിലേക്ക് വന്ന് എന്ത് സംഭവിക്കും, അത്രേ ഉള്ളൂ. അതായത് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ട്രൈ ക്യാച്ച് മെത്തേഡ് അല്ലാതെ വേറെ മെത്തേഡ്സ് ഉണ്ടോ? വേറെ ഏതെങ്കിലും എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ ട്രൈ ക്യാച്ച് മെത്തേഡാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പിന്നെ നൾ സേഫ്റ്റി ഒക്കെയാണ് പിന്നെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് ജാവാസ്ക്രിപ്റ്റില് പ്രോമിസുകൾ ഉണ്ട്. പ്രോമിസിൽ ഈ പറഞ്ഞ മാതിരി തന്നെ എറർ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു കാര്യം. പ്രോമിസും കോൾ ബാക്ക് അതെ, ഡോട്ട് തന്നെ ട്രൈ ക്യാച്ചിന് നല്ലൊരു മെത്തേഡാണ്. പക്ഷെ അവിടുത്തെ ട്രൈ ക്യാച്ച് അങ്ങനെ നമ്മൾ നോക്കണ്ടല്ലേ ട്രൈ ക്യാച്ചിന്റെ നമ്മൾ മാനുവലി അതിൽ നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി നമ്മളൊരു എറർ ക്രിയേറ്റ് ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ഈ ട്രൈ ക്യാച്ച് ബ്ലോക്കിൽ നമ്മൾ ക്യാച്ച് ചെയ്ത് എക്സെപ്ഷന് ചെയ്യും. പക്ഷെ ത്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലി ഇൻജക്ട് ചെയ്യുന്ന പോലെയാണ്. ഈ എറർ അവിടെ കാണിച്ചോളണം എന്നുള്ള ലെവലിൽ നമ്മൾ ത്രോ ചെയ്യാൻ ചെയ്യണേ. അതല്ല ക്ലിയർ? അതാണ് ഇപ്പോൾ ഇൻ കേസ് ഒരു യൂസർ ചെക്ക് ചെയ്യണം. അപ്പോൾ യൂസർ ഇല്ലെങ്കിൽ യൂസർ ഇല്ല എന്നുള്ളത് ത്രോ. ഇപ്പോൾ ഡാറ്റാബേസിനാണെങ്കിൽ അത് ഇങ്ങനെ ഒരു ഫീൽഡ് ഇല്ലാന്ന് കാണിക്കുന്നുണ്ടാവാം. അതിന് പകരം നമ്മൾ മാനുവലി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതെ, അത് എക്സാക്ട് ഡാറ്റാബേസിന്റെ മൈഗ്രേഷന്റെ കേസിലൊക്കെ നമുക്ക് കുറേ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഈ DBന്റെ കേസിൽ എന്താ വെച്ചാൽ നമുക്ക് ടെസ്റ്റിങ്ങിന് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അതായത് ഡാറ്റാബേസ് മൈഗ്രേഷൻ ആ സമയത്ത് നമുക്കൊരു എക്സിക്യൂഷന് കുറച്ച് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കമ്പൈൽ ടൈമിലല്ല, അത് റൺ ടൈമിലാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ആ സമയത്താണ് നമുക്ക് ഈ ത്രോൻ്റെ ഒക്കെ ഉപയോഗം വരിക ശരിക്കും. ഷിബിൽദാസ്, ഞാൻ ആൻഡ്രോയിഡിനെ ബേസ് ചെയ്ത് പറയാണ്. ധ്വനി അല്ലാത്ത കേസാണെങ്കിൽ അത് പറയണോ? തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം കേട്ടോ. ഞാൻ ആൻഡ്രോയിഡിനെ ബേസ് ചെയ്ത് പറയണേ. അല്ല, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിൽ എറർ ത്രോ ചെയ്യുമ്പോൾ ചിലപ്പോൾ യൂസർ റീഡബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ആ സമയത്താണ് ബേസിക്കലി നമ്മളായിട്ട് ഇൻജക്ട് ചെയ്യുന്നത്.
സെൻറ്റർ ക്ലിയർ ആണ്. അനോണിമസ് ആ ക്ലാസ്സിനെ ഇപ്പൊ കുറിച്ച് ക്ലിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കേട്ടില്ല ഏത് ഉദ്ദേശിച്ച ഏതാണ്? അനോണിമസ് ക്ലാസ് ഇല്ല. ഇല്ല ഇല്ല. അത് ഡീപ്പിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആണ്. അത് പേര് തന്നെ ഉണ്ട്. അനോണിമസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നെയിമില്ലാത്ത ക്ലാസ്, അത്രേ ഉള്ളൂ. അത് അനോണിമസ് ആരോ ഫങ്ഷൻസ് ഇല്ലേ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാവാസ്ക്രിപ്റ്റിൻ്റെ. അനോണിമസ് ക്ലാസ്സും അനോണിമസ് ഫംഗ്ഷനും വേറെ വേറെ ഉണ്ടോ? വേറെ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് പേര് കൊടുക്കാനായിട്ടുള്ള ഫംഗ്ഷൻ. അനോണിമസ് ക്ലാസ് നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻറ്റ് ജാവയിൽ വരുന്നൊരു കോൺസെപ്റ്റ് ആണ് അനോണിമസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓ ലാംഡ എന്നൊക്കെ പറഞ്ഞിടൊക്കെ വരുന്ന ലെവലിലാണ്. അത് കുറച്ച് അഡ്വാൻസ് ആണ്. അത് വിട്ടേക്ക്. അത് പിന്നെ ആ ലെവലിൽ നമുക്ക് പറയാം. ത്രെഡിൻ്റെ ഒക്കെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് അതിന് വേണ്ട നമ്മൾ ആ ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റണ്ണ് കുറേ കോൺസെപ്റ്റുകൾ ഉണ്ട്. അത് ഒരു പ്രോഗ്രാമാറ്റിക്കലി ഞാനൊന്ന് കാണിച്ചില്ല ChatGPT-യിൽ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ബേസിക്സ് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത്രേ ഉള്ളൂ. അനോണിമസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ആ ഇൻ്റർഫേസിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കാരണം ആ ഇൻ്റർഫേസിന് നമുക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ എന്തായിരിക്കും, ഈ ഇതിൻ്റെ ഓവർറൈഡ് ചെയ്തു ഈ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇതൊരു കുറച്ചും കൂടി എത്ര ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉള്ളൂ. അത് അനോണിമസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു നെയിമൊന്നും കൊടുത്തിട്ടില്ല ക്ലാസ്സിന്. ലാംഡ ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞൊരു ഒരു കോൺസെപ്റ്റാണ്. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ത്രെഡ് എന്ന് പറഞ്ഞാൽ T, അതിൻ്റെ ഉള്ളിൽ ആ ഒരു ക്ലാസ്സിൻ്റെ ഇതിനെ തന്നെ നമ്മൾ അവിടെ വിളിക്കണതിന് അത്രേ ഉള്ളൂ. വലിയതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും എനിക്ക്. അനോണിമസ് ക്ലാസ്സുകളെക്കാളും കൂടുതൽ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അനോണിമസ് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ആണ്. അതാണ് ആരോ ഫങ്ഷൻസ്. അതായത് ഇത്ര നോക്കിയാൽ മതി, ഒരു ഫംഗ്ഷൻ നമ്മൾ എന്തിനാ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ വീണ്ടും വീണ്ടും കോൾ ചെയ്യാനുള്ള സംഭവങ്ങളാണ് നമ്മൾ ഫംഗ്ഷൻ ആക്കിയത്. എന്നാൽ ചില ടൈമിൽ നമുക്ക് ഫംഗ്ഷൻ സിംഗിൾ കോൾ മതിയാവും, വേറെ എവിടെ അത് യൂസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ്. കാരണം ഒരു ഫംഗ്ഷനെ നമ്മൾ ഫംഗ്ഷൻ ആക്കിയിട്ട് ഫംഗ്ഷൻ നെയിമും ബോഡിയൊക്കെ വെച്ച് എഴുതുകയാണെങ്കിൽ അതിനെ പ്രോസസ് മെമ്മറിയിൽ സേവ് ചെയ്തേക്കണമെങ്കിൽ കുറച്ചും കൂടി മെമ്മറി വേണം. നേരെ മറിച്ച് നമ്മൾ ഇതിനെ അനോണിമസ് ചെയ്താണെങ്കിൽ നമുക്കറിയാം അത് ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ലാംഗ്വേജ് റൺ ടൈമിന് അതിൻ്റെ വിളിക്കുന്ന ടൈമിൽ അതിനെ ക്രിയേറ്റ് ചെയ്യും, ഒരു ടെമ്പററി നെയിമിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യും. വിളിക്കൽ കഴിഞ്ഞാൽ ഉടനെ അതിനെന്ത് ചെയ്യുക, ഡീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഗാർബേജ് കളക്ട് ചെയ്യാം. അപ്പോൾ അത്രയും മെമ്മറി അവിടെ ലാഭമാവും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ അനോണിമസ് ഫങ്ഷൻസ് അനോണിമസ് ക്ലാസ്സുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് നെയിമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാരാമീറ്ററും റിട്ടേൺ ടൈപ്പും ബോഡി ഉണ്ടാവും. ഇനി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ക്ലാസിൻ്റെ കൺസ്ട്രക്ടറും പിന്നെ അതുമാതിരി അതിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ഓവർറൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഓവർറൈഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണ് അനോണിമസ് ഫങ്ഷൻസ് അനോണിമസ് ക്ലാസ്സുകൾ വരുന്നത്. ഇനി ആരോ ഫങ്ഷൻസ് ലാംഡ ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനോണിമസ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അവിടെ നമുക്ക് ജാവയിലൊക്കെ അറിയാമല്ലോ, കംപ്ലീറ്റ് ക്ലാസിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നേരെ മറിച്ച് ഇത് സിംഗിൾ ലൈൻ എക്സിക്യൂഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്തതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ അതിൻ്റെ സിൻടാക്സ് ഒക്കെ എഴുതി ഉണ്ടാക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നമുക്ക് ഷോർട്ടായിട്ടുള്ള സിൻടാക്സ് യൂസ് ചെയ്യാം. അവിടെ ഫംഗ്ഷൻ ബോഡിയോ കാര്യങ്ങളൊന്നും എഴുതണ്ട, ഫംഗ്ഷൻ്റെ പാരാമീറ്റർ എഴുതും, പിന്നെ എക്സിക്യൂഷൻ ലൈനും എഴുതും. അങ്ങനെ വരുന്ന ഫംഗ്ഷൻസ് ആണ് സിംഗിൾ ലൈൻ ആയിരിക്കും. സിംഗിൾ ലൈൻ ഓഫ് കോഡേ അതിന് പറ്റുള്ളൂ. മൾട്ടി ലൈൻ ആണെന്നുണ്ടെങ്കിൽ ചില ലാംഗ്വേജിൽ അനോണിമസ് ക്ലാസ് ആയിട്ട് തന്നെ എഴുതണം, ചില ലാംഗ്വേജിൽ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ആ ലൈൻ ഓഫ് കോഡ് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കോഡിനെ ഇത് ചെയ്യണം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കണം. സോറി, ബ്രാക്കറ്റ് അല്ല, സ്ക്വയർ ബ്രാക്കറ്റ്, മറ്റേ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. അങ്ങനെ വരുന്ന ഫങ്ഷൻസ് ആണ് ആരോ ഫങ്ഷൻസ്, ലാംഡ ഫങ്ഷൻസ്. അതിൽ സിംഗിൾ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂഷൻ ഉണ്ടാവുള്ളൂ. അതൊരു അനോണിമസ് ക്ലാസ് തന്നെയാണ്, വേറൊരു ഫോർമാറ്റിൽ നമ്മൾ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. അതിന് സിംഗിൾ
ടൈം അതിനെ ഇൻവോക്ക് ചെയ്യുള്ളൂ. അപ്പോൾ റൺ ടൈമിനെ സംബന്ധിച്ച് ഇതിനെ മറ്റേ സ്റ്റാക്കിലും പ്രോഗ്രാമിംഗ് മെമ്മറിയിൽ പിന്നെ വേറൊരു സാധനമുണ്ട്, പ്രോസസ് മെമ്മറി എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലൊന്നും ഇതിനെ സേവ് ചെയ്ത് വെക്കണ്ട. അതിനെ വിളിക്കുന്ന ടൈമിൽ അതിനെ ഒരു ടെമ്പററി നെയിമിൽ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫ്രീ ചെയ്യുക. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ലാംഗ്വേജിൽ മെമ്മറി ഒപ്റ്റിമൈസേഷൻ കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അനോണിമസ് ക്ലാസ്, അനോണിമസ് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ കേസിൽ യൂസ് ചെയ്യുന്നത് ഇതേമാതിരി പല ഫങ്ഷൻസിലേക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ പുതിയ ലാംഗ്വേജിലുള്ള ഒരു സൗകര്യം കോട്ടിലിന് അതുമാതിരി ഡാർട്ടിലൊക്കെ ഉള്ള സൗകര്യം ഫങ്ഷൻസിനെ പാരാമീറ്റർ ആയിട്ട് സ്വീകരിക്കാം. സിയില് ജാവയിലൊന്നും ആ പരിപാടിയില്ല. സിയിലും ജാവയിലൊക്കെ ഡാറ്റ വേരിയബിൾസിനെ മാത്രമേ പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഡാർട്ട് കോട്ടിലൊക്കെ എന്ത് ചെയ്യുക, ഫങ്ഷൻസിന് ഈ പാരാമീറ്റേഴ്സ് ആയിട്ടും ആർഗ്യുമെന്റ്സ് ആയിട്ടൊക്കെ സ്വീകരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അനോണിമസ് ഫങ്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഫങ്ഷൻ കോൾ ചെയ്യുന്ന ടൈമിൽ ഡാറ്റ വിടാം. കാരണം അവിടെ വേറെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാനൊന്നും ആവശ്യമില്ല. ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഡാറ്റ പാസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യേണ്ടത് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ അനോണിമസ് ഫംഗ്ഷൻ ആയിട്ട് എഴുതി പാസ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ്. ഗെറ്ററും സെറ്ററും ഇല്ലേ? ഞാൻ പറയണോ? റിയാസ് കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, ഗെറ്ററും സെറ്ററും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ എ പി ഐന്ന് ഡാറ്റ വിളിച്ചിട്ട് നമ്മൾ ഡാറ്റ ടെമ്പററി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഗെറ്ററും സെറ്ററൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് കോട്ട്ലിൽ ഇച്ചിരി കൂടി ഈസിയാണ്. ഡാറ്റ ക്ലാസ്സസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യാറുള്ളത്. ഞാൻ ജാവൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഒരു ബേസിക് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഉപയോഗം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ. ഗെറ്റർ സെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ് വിളിച്ചു. ഈ ക്ലാസ്സിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ആ രണ്ട് വേരിയബിൾസ് പ്രൈവറ്റ് ആണ്. പക്ഷെ നമുക്ക് പബ്ലിക്കിൽ ആക്സസിബിൾ ആയിരിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫങ്ഷൻ വിളിച്ചു. ഫങ്ഷൻ എന്താണ്, പബ്ലിക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫങ്ഷനെ നമുക്ക് പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ബനി ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. എനിക്കൊരു കോള് വരുന്നുണ്ട്. ഗെറ്റ് സെറ്റർ ഒന്ന്. ഓക്കെ, അത്രേ ഉള്ളൂ. എബിൾ പറഞ്ഞോ. അതെ, നേരത്തെ പറഞ്ഞില്ലേ അനോണിമസ് ഫങ്ഷൻ മൾട്ടിപ്പിൾ ടൈംസ് കോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പൈത്തണിൽ ആക്ച്വലി നമുക്ക് അത് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന്റെ റെഫറൻസ് അപ്പോൾ എങ്ങനെ വരുന്നത് പൈത്തണില്? അതായത് നമ്മളൊരു വേരിയബിളിലേക്കാണ് ആ ഫങ്ഷൻ, അതായത് നമ്മൾ എന്നിട്ട് ആ വേരിയബിളിനെയാണ് മൾട്ടിപ്പിൾ ടൈംസ് കോൾ ചെയ്യുക. അത് വരുന്നുണ്ട്, അത് ജാവാസ്ക്രിപ്റ്റിലും വരുന്നുണ്ട്. ഈ ഫംഗ്ഷൻ ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഇട്ട് വെക്കാം. അപ്പോൾ വേരിയബിളിനല്ലേ നമ്മൾ മൾട്ടിപ്പിൾ ടൈം കോൾ ചെയ്യുന്നത്? വേരിയബിളിനെ അപ്പോൾ അത് ലൈറ്റ് വെയിറ്റ് ആവും, നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അനോണിമസ് ക്ലാസിൻ്റെത് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ഡിഫൈൻ ചെയ്യും. സെയിം തന്നെ നമ്മൾ ടൈപ്പ് ഈക്വൽ, അതായത് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിനെ നമ്മൾ അതിന്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാല്, അതായത് നമ്മളിപ്പോ ഒരു അനോണിമസ് ഫംഗ്ഷൻ എഴുതാന്ന് വിചാരിക്കുക. ഓക്കെ, അത് നമ്മളൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ആ വേരിയബിളിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ട് വേരിയബിളിൽ വാല്യൂ സേവ് ചെയ്യല്ലേ? ആ വേരിയബിളിലേക്കല്ല വാല്യൂ സേവ് ആവുന്നേ. ഓക്കെ, അവിടെ ഫംഗ്ഷന്റെ റെഫറൻസ് സേവ് ആവും. പിന്നെ വേരിയബിളിനെ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ വീണ്ടും എക്സിക്യൂട്ട് ആവും. ഫംഗ്ഷൻ ആണ് വീണ്ടും. അപ്പൊ അത് ലൈറ്റ് വെയിറ്റ് ആവും. പിന്നെ സെയിം തന്നെയാണ് ഈ അനോണിമസ് ക്ലാസ്സിലും. അതായത് ശരി, അനോണിമസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഇത് പൈത്തണിലില്ല. പക്ഷെ നമുക്ക് ഈ അനോണിമസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ ക്ലാസ്സും അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഈ പറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഈ ഫംഗ്ഷൻ അതിനുള്ളിൽ തന്നെ യൂസ് ചെയ്യാം. അതായത് ലിറ്ററലി സെയിം സംഭവം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമേ എഴുതാനുള്ളെങ്കിൽ ആ ഫംഗ്ഷൻ അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ആ സിംഗിൾ ലൈനിൽ തന്നെ പൈത്തണിൽ ചെയ്യാൻ പറ്റും. ഡൈനാമിക് ക്ലാസ്സസ് എന്നാണ് അതിനകത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു. എക്സാക്ട് ഡിഫറൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ ഫംഗ്ഷൻ ബോഡി വെച്ച് എഴുതാണെന്നുണ്ടെങ്കിൽ
നമുക്കതിനെ മൾട്ടിപ്പിൾ ടൈം കോൾ ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് അത് എൻകറേജ് ചെയ്യുന്നില്ല. ജാവാസ്ക്രിപ്റ്റ് പറയുന്നത് നിങ്ങളെ ഫങ്ഷൻസ് ഒക്കെ അനോണിമസ് ഫങ്ഷൻ ആക്കി എഴുതുക, പക്ഷെ ഈ ഫങ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക, എന്നിട്ട് ഈ വേരിയബിൾ റീയൂസ് ചെയ്യുക. ജാവാസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് അത് രണ്ടും തമ്മിൽ വരുമ്പോൾ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ് എന്താ കിട്ടുന്ന വല്ല ഐഡിയ ഉണ്ടോ? വേരിയബിൾ, അതായത് ഇപ്പം നമ്മൾ ഇതിന് ഇപ്പം പൈത്തണിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പൈത്തണിൽ ഫങ്ഷൻ തന്നെ ഇപ്പം ഈ റാപ്പർ ഫങ്ഷൻ ഒക്കെ ഉണ്ടോ എനിക്കറിയില്ല. റാപ്പ് ചെയ്യുന്ന ഡെക്കറേറ്റർ ഫങ്ഷൻസ് ഉണ്ടോ? അതൊന്നും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആ സിംഗിൾ ലൈനുള്ള സെയിം ഇത് തന്നെ സംഭവിക്കുന്നത്. നമ്മൾ ആ വേരിയബിളിനെ തന്നെയാണ് കോൾ ചെയ്യുന്നത്, പക്ഷേ എന്താണ് പറയുക, അത് നമ്മൾ നോർമലി ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ അത്രയും ഹെവി ആയിരിക്കില്ല, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. നമുക്ക് മെമ്മറി അഡ്വാൻറ്റേജ് അല്ല. മെമ്മറി അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഈ അനോണിമസ് ക്ലാസ്, അതായത് അനോണിമസ് ക്ലാസ് എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെ ഒരു കോൺസെപ്റ്റ് പൈതണിലില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സും അതുപോലെ സിംഗിൾ ലൈനിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കൊടുത്തിട്ട്. അത് മനസ്സിലായിട്ടുണ്ടാവില്ല, അത് അറിയാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ജാവയിലാണ് ഫസ്റ്റ് ഓപ്സ് പഠിച്ചത്. ജാവയിൽ ഇതേമാതിരി, ജാവയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ജാവ സ്ട്രോങ്ലി ടൈപ്പ്ഡ് ആണ്. എല്ലാ ജാവയില് നമ്മൾ ചെയ്തത് A=5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാവ സമ്മതിക്കൂല. ഇന്റ് A=5 കഴിഞ്ഞ് സെമിക്കോളൻ ഇട്ടാലേ ജാവ സമ്മതിക്കുള്ളൂ. അതൊരു നോർമൽ പേഴ്സണെ സംബന്ധിച്ച് A=5 എന്ന് പറഞ്ഞാൽ എ ഇന്റിജർ ആണെന്നുള്ളത് മനസ്സിലാവും, പക്ഷെ ജാവ സമ്മതിക്കില്ല. ജാവനെ സംബന്ധിച്ച് ഇന്റ് A=5 ഇട്ടും കഴിഞ്ഞ് സെമിക്കോളൻ ഇട്ടാലേ ജാവ സമ്മതിക്കുള്ളൂ. അത്രയും സ്ട്രോങ്ലി ടൈപ്പ്ഡ് ഉള്ളതാണ്. ജാവലി പറഞ്ഞ മാതിരി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രോങ്ലി ടൈപ്പ് ചെയ്ത് നല്ല ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. നേരെ മറിച്ച് ഇപ്പൊ വരുന്ന പൈത്തൺ അതേമാതിരി ഞാൻ എന്നും തല്ലുണ്ടാക്കൽ ജാവാസ്ക്രിപ്റ്റ് ആയിട്ടാണ്. ജാവാസ്ക്രിപ്റ്റ് ടീംസ് കംപ്ലീറ്റ് ഇതുമാതിരി അനോണിമസ് ഫങ്ഷൻസ്, പിന്നെ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കല് ജാവാസ്ക്രിപ്റ്റ് കുറെ ആളുകൾ ഇതേമാതിരി ടൈപ്പ് സ്ക്രിപ്റ്റ് എഴുതുന്നവരുണ്ട്. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ മറന്നു. ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഏക അഡ്വാൻറ്റേജ് ടൈപ്പ് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, റിയാസ് കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ഒരു കോള് വന്നു, ഇങ്ങനെ പറയാം, പേഴ്സണലി പറയാം. അപ്പോൾ ഗെറ്റ് സെറ്റർ പറഞ്ഞോ? ഇല്ല, അതിൻ്റെ ഇടയിൽ അനോണിമസ് ക്ലാസ്സിൽ പൈത്തണിലും ജാവാസ്ക്രിപ്റ്റിലും ഡിഫറൻസിലേക്ക് പോയി. ഗെറ്റർ സെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്ററും സെറ്ററും പേര് തന്നെ ഉണ്ട്. ഞാൻ പറയാം, ഈ പ്രോഗ്രാമാറ്റിക്കലി പറഞ്ഞിട്ടുണ്ടാവും ഇച്ചിരി കൂടെ ഉണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡാറ്റ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ടെമ്പററി ഡാറ്റ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റർ സെറ്റർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ റീസൺ ഞാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയാം. അത് പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അല്ല, സൈലൻ്റ് ആണല്ലോ. സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഗെറ്റർ സെറ്ററിൽ ഇത്ര ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വേരിയബിൾ ഉണ്ട്. ഈ വേരിയബിൾ ഇപ്പോൾ നമ്മൾ ജേസൺ ഡാറ്റ API ഡാറ്റ വിളിച്ചിട്ട് നമുക്കൊരു നെയിമും ഏജും എന്ന് പറഞ്ഞ 2 വേരിയബിളാണ്, അല്ലെങ്കിൽ 2 ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അതായത് ഈ ഫ്രണ്ട് എൻഡ് UIയിലേക്ക് നമുക്ക് പോപ്പുലേറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ എന്തായിരിക്കും, നമുക്ക് അത് ടെമ്പററി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും UIയിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, ഡാറ്റ സെറ്റ് ചെയ്ത് അത് കാണിക്കാൻ വേണ്ടി. പക്ഷെ എന്താ, അത് ഡയറക്റ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റരുത്. അതായത് നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് വിളിച്ചു കഴിഞ്ഞാലും, നമ്മൾ ആ മോഡൽ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വിളിച്ചു കഴിഞ്ഞാലും ഡയറക്റ്റ് മാനിപ്പുലേഷൻസ് നടക്കാൻ പാടില്ല. അപ്പോൾ ആ ഡയറക്റ്റ്ലി മാനിപ്പുലേഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ആ പറഞ്ഞ ഡാറ്റ എന്തായിരിക്കും, നമുക്ക് ലോസായി പോകാൻ സാധ്യതയുണ്ട്. അതിന് പകരം നമ്മൾ എന്തായിരിക്കും, വേറൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. എന്ത് ചെയ്തു, ഈ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഡാറ്റ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. വേരിയബിൾസ് നെയിമും ഏജും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താ, യൂസറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് വിളിക്കാൻ പറ്റില്ല, ഡയറക്റ്റ് നെയിം വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ആക്സസ് ചെയ്യണം, നമുക്ക് ഇതിലേക്ക് ഡാറ്റ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലുള്ള ഡാറ്റ നമുക്ക് പുറത്തേക്ക് വിളിക്കണം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട്
നമുക്ക് ഡയറക്റ്റ് മറ്റൊരു മെത്തേഡ് മറ്റൊരു രീതി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മളെന്തൊരു ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ത് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ വിളിച്ചു. ഈ ഗെറ്റ് നെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള എവിടേക്കും നമുക്ക് ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റനെ നമുക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാലോ ഓൾറെഡി കോൺസെപ്ച്വലി. പക്ഷേ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? പബ്ലിക് ആയിരിക്കും. ഈ നെയിമിലേക്ക് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെയിമിനെ നമ്മൾ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും നെയിമിലേക്ക് നമ്മൾ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിമിനെ നമ്മൾ റിട്ടേൺ ചെയ്യും. അതായത് ഈ നെയിമിന് ഇവിടുന്ന് നേരെ ഈ സ്ട്രിങ് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ആയിട്ട് സ്ട്രിങ് ആണ്. പക്ഷേ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? ഈ നെയിം. അപ്പോൾ ഗെറ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസറിൻ്റെ ഒബ്ജക്റ്റ് വിളിച്ച് ഗെറ്റ് നെയിം വിളിച്ചു കഴിഞ്ഞാൽ ആ ഇതിലുള്ള ഡാറ്റ എന്തായിരിക്കും നമുക്ക് അവിടെ കിട്ടും. ഇതേ ഒരു കോൺസെപ്റ്റാണ് സെറ്റ് നെയിം എന്ന് പറഞ്ഞാൽ. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരാമീറ്റർ, അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ പാരാമീറ്റർ ആയിട്ട്, അതായത് മെത്തേഡിൻ്റെ ഉള്ളിൽ പാരാമീറ്റർ ആയിട്ട് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മൾ നെയിം മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറ്റൂല. പക്ഷെ എന്തായിരിക്കും ഈ ഫംഗ്ഷൻ പബ്ലിക് ആയതുകൊണ്ട് നമുക്ക് സെറ്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഡോട്ട് നെയിം, അതായത് ഇവിടെയാണ് ഈ നെയിമിൻ്റെ ദിസിൻ്റെ കീവേഡിൻ്റെ ഉപയോഗം മനസ്സിലാവുക. നമ്മൾ ഈ നെയിം അല്ല ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ഈ നെയിമിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയിമാണ്. അപ്പോൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഡാറ്റ പോകും. ഇതേ സംഭവം തന്നെ ഗെറ്റേജും സെറ്റേജും വരുന്നത്. അത്രേ ഉള്ളൂ ഗെറ്ററും സെറ്ററും. ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും മോഡൽ ക്ലാസ് എന്നൊക്കെ പറയാം. ഇതിന് മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പററി ഡാറ്റ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവത്തിനാണ് ഗെറ്ററും സെറ്ററും ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ബേസിക് കോൺസെപ്റ്റ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഗെറ്ററും സെറ്ററും ക്ലിയർ അല്ലത്? നമുക്കപ്പോ ഇന്നത്തെ സെഷന് വൈൻഡപ്പ് ചെയ്യാം. അല്ല, ഇത് ക്ലിയർ അല്ല? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഗെറ്ററും സെറ്ററും ഇത് ഞാൻ ജാവാസ്ക്രിപ്റ്റില് ഈ ഒരു കൺസെപ്റ്റ് ഇല്ല തോന്നുന്നു. ഗെറ്റ് ആൻഡ് സെറ്റർ ഇല്ലാത്ത ജാവാസ്ക്രിപ്റ്റ് ഇല്ലാതിരിക്കില്ലല്ലോ. കാരണം അവിടെ റിയാക്ട് ഡെവലപ്പേഴ്സിന് എന്തായാലും മോഡലിൽ ഡാറ്റ ഹോൾഡ് ചെയ്ത് വെക്കണ്ടല്ലേ ബനി? ആരെ റിയാക്ട് ഡെവലപ്പേഴ്സ് ഉള്ള ഇതിൽ? അല്ല, നമ്മൾ ജാവയിൽ മാത്രമേ ഗെറ്റർ സെറ്റർ എന്നുള്ള ഇത് യൂസ് ചെയ്യുള്ളൂ. ടെർമിനോളജി പക്ഷെ മോഡൽ ക്ലാസ് എന്തായാലും വേണ്ടല്ലോ. അവിടെ ഉണ്ട്. റിയാക്ട് എല്ലാ ലാംഗ്വേജിലും ഇതുമാതിരി നമുക്ക് ക്ലാസിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ ഡയറക്റ്റ് പറ്റും. സെറ്റ് ചെയ്യാൻ. ഇതിന്റെ ഉള്ളിൽ ബേസിക് വർക്കിംഗ് താഴെ നടക്കുന്നുണ്ടാവുക. അതെ, അതായത് നമ്മളിപ്പോ കോട്ട്ലിന്റെ ഡാറ്റ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഈ ഡാറ്റ ക്ലാസ് വിളിക്കുമ്പോൾ എന്താണ് അതിന്റെ എക്സാക്ട് എക്സ്റ്റൻഷൻ നടക്കണ എന്താ ഇന്റേണൽ വർക്ക്, ഈ വർക്കിംഗ് ആണ് നടക്കുന്നുണ്ടാവുക. അതെ അതെ. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ആ ടെർമിനോളജി യൂസ് ചെയ്യില്ല. ഗെറ്റർ സെറ്റർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ മോഡൽ ക്ലാസിന്റെ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കാം. അതിന് പേരെന്തായിരുന്നു ഷിബി ബ്രോ? നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. നമുക്ക് എന്ത് വേണം കൊടുക്കാം അവിടെ. അതിൽ പേരെന്തെങ്കിലും ഉണ്ടോ അതേപോലെ മോഡൽ ക്ലാസ്സിന്? ഇല്ല 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 ഇല്ലല്ലേ? ചോദിച്ചാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇന്റേണൽ വർക്കിംഗ് എന്നുള്ളത്. ചിലപ്പോൾ ഫ്രഷേഴ്സിന് അത്ര പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഈ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ സാധാരണ കൺസ്ട്രക്ടറാണ് വിളിക്കുക അവിടെ. അങ്ങനെ തന്നെയല്ലേ വിളിക്കണേ ഷിബ്ലി ബ്രോ? അതെ അതെ. ഡാറ്റ കോട്ട്ലിൻ അങ്ങനെ വിളിക്കുന്നത്. ഞാൻ കോട്ട്ലിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യട്ടോ. കാരണം മോഡേൺ പ്രോഗ്രാമിംഗ് ടെർമിനോളജീസ് മൊത്തം ഏകദേശം ഒരേ യുണീക്ക് സ്റ്റാൻഡേർഡാണ് പൊതുവെ കീപ്പ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാനൊരു ലോജിക്ക് തെറ്റുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. കാരണം ഫ്രഷേഴ്സിന് മനസ്സിലാവില്ല. ആ ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓൾമോസ്റ്റ് ജാവയിൽ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത്. ഞാൻ കുറേ പോയിന്റ് GPT അണ്ണനോട് ചോദിച്ചപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞു തന്നു. സൂപ്പർ കീവേഡ് എക്സ്റ്റൻസ് പറഞ്ഞല്ലേ? എക്സ്റ്റൻസ് കീവേഡ് ഇൻഹെറിറ്റൻസ് എക്സ്റ്റൻസ് പറഞ്ഞെടുത്തോ? ഇൻഹെറിറ്റൻസിന്റെ പാർട്ടായിട്ട് പറഞ്ഞത് ഇംപ്ലിമെന്റ്സ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവാസ്ക്രിപ്റ്റിൽ പോസിബിൾ ആണോ? എങ്ങനെ കേട്ടില്ല? നമുക്ക് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, സിംഗിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്. മൾട്ടി ലെവൽ നടക്കും, പക്ഷെ മൾട്ടിപ്പിൾ ഇല്ല. മൾട്ടിപ്പിൾ ഇല്ലല്ലോ.
മൾട്ടിപ്പിൾ ടോട്ടലിനുണ്ട്, പക്ഷെ എനിക്കും ഇതുവരെ എങ്ങനെയാ അവർ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എനിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത്ര നോക്കിയിട്ടില്ല മൾട്ടിപ്ലൈ. അതിന് നമുക്ക് ആവശ്യം വരാറില്ല പ്രോഗ്രാമറ്റിക്കലി. പിന്നെ ഇൻഹെറിറ്റൻസ് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കണേ. ആർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോവാണ്. നിങ്ങൾ കുറേ ടൈമായി, ഞങ്ങൾ രണ്ടാളും ജോയിൻ ചെയ്തിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. അതാണ് ഞങ്ങൾക്ക് ഇത്ര ഉഷാറ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കമ്പൈൻ ടൈം ഹോർമോൺസ്, ഡൈനാമിക് മെത്തേഡ്, അതൊന്നും വേണ്ട. സ്ട്രക്ചർ ഫൈനൽ സൂപ്പർ ഓൾമോസ്റ്റ് എല്ലാ ബേസിക്സും ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് ഏകദേശം 2 hours ആയി ഇപ്പോൾ നമ്മൾ മീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഗാർബേജിനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല പറഞ്ഞിട്ടില്ല. ഗാർബേജ് കളക്ഷൻ അല്ലേ? ഇല്ല പറഞ്ഞിട്ടില്ല. സെനത്ത് ഒന്ന് വെയിറ്റ് ചെയ്യണേ കുറച്ച്. ഏതായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് സംസാരിക്കുള്ളൂ. ഇതൊക്കെ വൺ ടൈം കോളിങ് മാത്രമല്ല, ഒരു അണ്ടർസ്റ്റാൻഡബിലിറ്റി കിട്ടാൻ. ഗാർബേജിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാവോ ഷിബിൽ ബ്രോ, ബനി, ആരെങ്കിലുമൊക്കെ? ബാക്കിയുള്ളവർക്ക് പറയട്ടോ. ഇതിപ്പോൾ വെറും ഞങ്ങൾ മൂന്നാളും കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും മാത്രം നിർത്തണ്ട. ആർക്കാണോ ഇതിലിപ്പോൾ പലർക്ക് പല രീതിയിലായിരിക്കും നോളജ് ഉണ്ടാവുക. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാൻ പറയാം. ജാസ്ക്രിപ്റ്റിന്റെ കേസിൽ അങ്ങനെ ഒരു കേസ് വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി അത് ഫ്രീ ചെയ്യുന്നതാണ്. ബേസിക്കലി മെമ്മറി ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതന്നെയാണ് സെയിം സാധനം തന്നെ. അതായത് നമ്മൾ അൺയൂസ്ഡ് ആയിട്ടുള്ള വേരിയബിൾസ് ചിലപ്പോൾ വേരിയബിൾസിന്റെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള മെമ്മറീസ് എല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ. ഗാർബേജ് കളക്ടർ എന്നാണ് പറയുക കോഡിൽ, ജാവന്റെ കേസിൽ. അതായത് നമ്മൾ ഡാറ്റ ഉണ്ടാവും, പക്ഷെ എന്താണെന്ന് വെച്ചാൽ മെമ്മറി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് റൺ ടൈമിലേക്ക് വരുന്ന സമയത്ത് അത് മെമ്മറി ക്ലിയർ ആക്കി കളയും ഓട്ടോമാറ്റിക്കലി. അത്രേ ഉള്ളൂ. അതാണ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മെമ്മറി ക്ലിയർ ആക്കി കളയും. പിന്നെ അതിനെക്കാളൊക്കെ അഡ്വാൻസ് കോൺസെപ്റ്റിന് പല സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ അപ്പർ ലെയറിൽ എത്തുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കും. അതിൽ ഒരുപാട് വേറെ ടൂൾസൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. മെമ്മറി അനലൈസറൊക്കെ ആയിരിക്കും. അത് നമുക്ക് അഡ്വാൻസ് ലെവലിൽ വേറെ നോക്കാം. ഇതാണ് ബേസിക്കലി ഗാർബേജ് കളക്ടർ. പിന്നെ സ്റ്റാക്ക് ഹീപ്പൊക്കെ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തോ? ഇല്ല. വലിയ സ്റ്റാക്ക് ഹീപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാവോ? ഇല്ലടാ, മെമ്മറി മാനേജ്മെന്റ് കൺസെപ്റ്റ് ഓപ്പിൽ വരുന്നില്ല. ഓപ്പിൽ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകൾ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും കാര്യമായിട്ട് കവർ ചെയ്യാനില്ല. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റേ നമ്മള് കണക്കിൽ ഉസാഖുൽ അസാഖൊക്കെ പഠിക്കണ മാതിരി ഈ സാധനങ്ങൾ പഠിച്ചു വെക്കുക എന്നല്ലാതെ നമുക്ക് ഒരു 90% ആളുകൾക്കും യൂസേജ് വരലില്ല മെമ്മറി മാനേജ്മെന്റ് ഒന്നും. വേറെ ഒന്നുമില്ല, ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ചോദിച്ചാൽ മതി. എല്ലാവരും ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തോട്ടോ. ജാവന്റെ ഓപ്സ് വെച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. കാരണം ഇത് കമ്പനി സമയത്ത് പെട്ടെന്ന് ഓപ്സ് വെച്ചിട്ട് ഡൗട്ട് ചോദിക്കും. ബൃന്ദ, മെർലിൻ, വിഷ്ണുലാൽ, ഏബൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ പൈത്തണിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഊപ്സും ഉണ്ട്, പോപ്സും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഇപ്പോൾ ക്ലാസ് ആയിട്ട് ഡിഫൈൻ ചെയ്യണോ? ഇപ്പോൾ നോർമലി ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക? ബേസ്ഡ് ഓൺ ഇപ്പോൾ ഇതാണോ, അതോ എന്തെങ്കിലും തമ്പ് റൂള് പോലെ എന്തെങ്കിലും ഉണ്ടോ? അതായത് പൈത്തണിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാധനങ്ങൾക്ക് യൂസ് ചെയ്യും. നോർമൽ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ പോപ്പാണ് യൂസ് ചെയ്യുക, പ്രൊസീജിയർ ഓറിയന്റഡ്. നേരെ മറിച്ച് ഫ്രെയിം വർക്കുകൾ വരുമ്പോൾ ജാങ്കോ, പിന്നെ അതുമാതിരി ഫ്ലാസ്ക്, അങ്ങനെയൊക്കെയുള്ള ഫ്രെയിം വർക്കുകൾ വരുമ്പോൾ, ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഒരുപാട് ക്ലാസ്സുകൾ ഇൻബിൽഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ബിൽഡിംഗ് ആയിട്ടുള്ള ബിഹേവിയർ മാറ്റി കൊടുക്കേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓപ്പ് യൂസ് ചെയ്യേണ്ടി വരും. PHP യിലും അതേമാതിരി തന്നെ നോർമൽ PHP സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ പോപ്പിലാണ് എഴുതുക.
ഈ നേരെ മറിച്ച് ലെരാവല് Y2 അങ്ങനെയുള്ള ഫ്രെയിംവർക്കിലൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഊപ്പായിരുന്നു. കാരണം ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ക്ലാസ്സുകൾ അതുമാതിരി യൂസ് ചെയ്യാം, അതിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ചിൽഡ് ക്ലാസ് ഉണ്ടാക്കി യൂസ് ചെയ്യാം. അതാണ് നോർമലി ഒരു തമ്പ് ഓഫ് റൂൾ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസ് ഉണ്ടെങ്കിൽ മാത്രം ഓപ്സ് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നോർമലി ഫംഗ്ഷൻ ജസ്റ്റ് കോൾ ചെയ്ത് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. അതായത് സിംഗിൾ സ്ക്രിപ്റ്റ് ആണെന്ന് വിചാരിക്കും, ഒരു 2-3 സ്ക്രിപ്റ്റിൽ നിങ്ങളെ കാര്യം കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യണ്ട, പിന്നെ അതുമാതിരി ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, അങ്ങനത്തെ കേസിൽ എന്താ ചെയ്യുക, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പോപ്പിൽ എഴുതി വിടാം. നേരെ മറിച്ച് നിങ്ങൾ എക്സ്റ്റെൻഡിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചെയ്യുന്നത്, പുറത്തേക്കുള്ള ഒരു ലൈബ്രറിയാണ് ചെയ്യുന്നത്, ഒരു ഫ്രെയിം വർക്കിലൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഓപ്പ് നിർബന്ധമാണ്. കാരണം ഓപ്പിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി രണ്ടും മിക്സ് ചെയ്യും ചെയ്യാം, ഓപ്പും മിക്സ് ചെയ്താണ്ടും വർക്ക് ചെയ്യും. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ഡൗട്ട്? ഞങ്ങൾ പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ തന്നെ എത്രപോലെ തെറ്റുകൾ സംഭവിച്ചു, പനി തിരിച്ചു തരണം, അങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പഠിക്കല്. ആർക്കെങ്കിലും എന്താണെങ്കിലും പറയാം. കേൾക്കാവോ സൂസൻ? എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്താലോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇനി വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യല്ലേ റിയാസ്? ഇനിയൊന്നുമില്ലല്ലോ ടോപ്പിക്സ്. ഹാൻഡ് റൈസ് ചെയ്യാനും നന്നായിരിക്കും എല്ലാവരും കൂടെ. ബനി ഇത് കേട്ടോ കോൾ ചെയ്യണം, ഞാൻ വിളിക്കാം. എന്താ റിയാസ്? ഞാൻ ബനിയോട് പറഞ്ഞു, ബനി കോൾ ചെയ്യാൻ. ഓക്കെ, ഇത് വൈൻഡപ്പ് ചെയ്യല്ലേ എന്നാ നമ്മൾ മീറ്റ്? ഹലോ, ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഓക്കെ. ഓക്കെ, ശരി, താങ്ക്സ്. ഷിബിൽ ബ്രോ പ്രത്യേകം താങ്ക് യു. ഷിബിൽ ബ്രോനോട് പ്രത്യേകം താങ്ക്സ് പറയണം. അതെ, ആ ഷോർട്ട് ടൈമിനുള്ളിൽ പ്രിപ്പയർ ചെയ്ത് വന്നതാണ് ആള്. ബനിക്ക് ഒരു താങ്ക്സ് പറയണ്ടോ? കാര്യം ബനി കുറച്ചും കൂടി കോൺസെപ്റ്റിലേക്ക് ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, പ്രവീൺ കിട്ടുള്ളൂ. എന്തായാലും സെഷൻ ലൈവ് ആയിരുന്നു, നന്നായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവരോടും താങ്ക് യു. ഞാനൊരു 7:45 ചോറ് വിളമ്പി തീ തുടങ്ങിയാണ്, ഇതുവരെ എന്റെ ചോറ് തീറ്റ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിവിടെ ലഞ്ചാണ് കഴിക്കുന്നത്. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡിന്നർ കഴിക്കാൻ. ഡിന്നർ ഇപ്പൊ കഴിക്കണം. ഞാൻ പിന്നെ നേരത്തെ സുഹൈലിന്റെ കോളില് ഞാൻ